റഹീം. പേര് ദാവൂദുൽ ഹക്കീം, നാട് കാസർഗോഡ്. എറണാകുളം ഭാഗത്ത് ചില ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു സദസ്സുണ്ടെന്ന് കേട്ടപ്പോൾ സംശയങ്ങൾ തീർക്കാമല്ലോ എന്നൊരു ലക്ഷ്യത്തോടു കൂടി വന്നതാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ച് മറുപടി പറഞ്ഞപ്പോൾ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ വീണ്ടും ചോദ്യം ആവർത്തിക്കും, അല്ലെങ്കിൽ ഉപചോദ്യങ്ങൾ ഉണ്ടാവാം. അത് നിങ്ങൾ ക്ഷമിക്കണം. എൻ്റെ ചോദ്യം, ഒരു മുസ്ലിമിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചതിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അനുഗ്രഹം, ആ അനുഗ്രഹം ലഭിച്ചതിൻ്റെ പേരിൽ സന്തോഷിക്കുക, അവൻ ആ അനുഗ്രഹത്തിൻ്റെ പേരിൽ സന്തോഷിക്കുക, ഇതിൻ്റെ വിധി എന്താണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ കബീറ. പ്രിയ സഹോദരൻ ഇവിടെ ചോദിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിമിന് ഒരു അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിൽ സന്തോഷിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹം അവന് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ അവൻ സന്തോഷിക്കുകയും അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആ നിഅമത്ത് അനുഗ്രഹം കിട്ടിയതിൻ്റെ പേരിൽ അല്ലാഹുവിനോട് ശുക്ർ ചെയ്യുകയും അല്ലാഹുവിനോട് കടപ്പെട്ടവനായി ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യവുമാണ്. വിശുദ്ധ ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച പോലെ, മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച പോലെ അല്ലാഹുവിനോട് കടപ്പെടേണ്ട രീതിയിൽ ഇബാദത്തുകളും ഇതാഅത്തുകളും ആ നിലക്ക് പടച്ചറബിനെ അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ നല്ല അടിമയായിക്കൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൻ്റെയും അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും ആശയങ്ങൾ എന്ന് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറങ്ങിയതും അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിൽ ജനിച്ചതും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ദീനിൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചു തന്നതുമെല്ലാം നമുക്ക് അല്ലാഹുവിൽ നിന്നും കിട്ടിയ അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയുണ്ടായി, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. നിരക്ഷരന്മാരായ കാട്ടറബികളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് തന്നെയുള്ള നിരക്ഷരനായ ഉമ്മിയായ ഒരു പ്രവാചകനെ അയച്ചു കൊടുത്തു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിൻ്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കൊടുത്തു. അതേപോലെ തന്നെ തത്വജ്ഞാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ ഹദീസുകൾ പഠിപ്പിച്ചു കൊടുത്തു. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിൻ്റെ വഹീകൾ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഈ കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സവിസ്തരം പഠിപ്പിച്ചതിന് ശേഷം അല്ലാഹ് പറഞ്ഞത്, ദാലിക ഫദ്ലുല്ലാഹ്, ഇത് അല്ലാഹുവിൻ്റെ ഔദാര്യമാണ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് ചെയ്തു കൊടുക്കുന്ന നിഅമത്താണ്, ഔദാര്യമാണ്, ഫളിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു നമുക്ക് നിഅമത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി കാണിക്കണം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയതും റസൂലുള്ളാഹിയെ പ്രവാചകനായി നമുക്ക് അയച്ചു തന്നതും അതേപോലെ തന്നെ
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനെ നമുക്ക് പഠിപ്പിച്ചു തന്നതെല്ലാം നിഅമത്താണ്, യാതൊരു സംശയവുമില്ല. ഈ നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഈ നിഅമത്തിൽ നന്ദി കാണിക്കേണ്ടത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമത്താണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചിട്ടുള്ള ഖുർആൻ നിഅമത്താണ്. പ്രവാചകന്റെ ജനനം നിഅമത്താണ്, യാതൊരു സംശയവുമില്ല. റഹ്മത്തുൽ ലിൽ ആലമീനാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന നിഅമത്ത് അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ ഏത് നിയമത്തുകളാകട്ടെ അതിന് കൃത്യമായി നന്ദി കാണിച്ച, അതേപോലെ തന്നെ നന്ദി കാണിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്ത ആളുകളാണ് സഹാബത്ത് റളിയല്ലാഹു അൻഹും. ഈ സഹാബത്ത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിൽ ജീവിച്ചു, അവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും മതം പഠിച്ചു, അതിൽ സന്തോഷം അവർ സന്തോഷിച്ചിട്ടുണ്ട്, ആ നിഅമത്ത് അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ പ്രകടിപ്പിച്ചു? ഹദീസുകളിലുണ്ട്. എങ്ങനെ പ്രകടിപ്പിച്ചു, എങ്ങനെ ജീവിച്ചു, എങ്ങനെയാണ് ആ നിഅമത്തിന് അവർ ശുക്ർ ചെയ്തത്, നന്ദി ചെയ്തത് എന്ന് ഹദീസുകളിലുണ്ട്. അലൈക്കും ബിസുന്നതി വസുന്നത്തുൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ചര്യ മുറുകെ പിടിക്കണം, അതേപോലെ തന്നെ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയും മുറുകെ പിടിക്കണം. ഏതൊരു ആയത്തും ഏതൊരു ഹദീസും അനുസരിച്ച് ജീവിച്ചവരാണവർ. വിശുദ്ധ ഖുർആനിന്റെ എല്ലാ ആയത്തുകൾക്ക് അനുസരിച്ചും അവർ ജീവിച്ചിട്ടുണ്ട്. ഒരു ആയത്തും അവർ ജീവിക്കാതെ വിട്ടുപോയിട്ടില്ല. റസൂലുള്ള ഒരായത്തും ജീവിച്ച് കാണിച്ചു തരാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് നബി എന്ന അനുഗ്രഹത്തിനും അവർ ശുക്ർ കാണിച്ചിട്ടുണ്ട്. ഏത് അനുഗ്രഹത്തിനും ശുക്ർ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ശുക്ർ കാണിക്കുകയും വേണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്തായെങ്കിലും ചോദ്യം ചോദിച്ചതിന് കുറച്ച് ചുരുക്കി വേണം മറുപടി പറയാൻ. പിന്നെ ഇതൊരു മുഖാമുഖമാണ്. അപ്പോൾ ചോദ്യകർത്താവ് ഉത്തരം പറയുന്ന നിങ്ങളോട് പൂർണ്ണമായി യോജിക്കണം എന്നില്ല. അതുകൊണ്ട് ഇവിടെ കൂടിയ മുജാഹിദ് സമുദായത്തോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ മറുപടി അതിൽ ഒരു തെറ്റുണ്ട്. എന്താണത്? നിങ്ങൾ ശരിക്കും പറഞ്ഞെങ്കിൽ ഈ സമുദായം മുജാഹിദ് സാധാരണക്കാര് അവരെടുക്കൽ വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വിജ്ഞാനം ഉണ്ടായെങ്കിൽ മതി. ഫിഖ് എന്തെന്നോ അല്ലെങ്കിൽ ഫിഖിന്റെ നിദാന ശാസ്ത്രം എന്തെന്നോ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ചെറിയ വിജ്ഞാനം മതി. പക്ഷേ ചില സദസ്സുകളിൽ ഫിഖ് എന്താണെന്നും ഫിഖിന്റെ നിദാന ശാസ്ത്രം എന്താണെന്നും പഠിച്ചു വരുന്നവർ ഒരുപാടുണ്ട്. അതുകൊണ്ട് എൻ്റെ ചോദ്യം, സന്തോഷിക്കുന്നതിൻ്റെ വിധി എന്താണ്? നിങ്ങൾ അതിന് മറുപടി പറഞ്ഞു നിർബന്ധം എന്നാണെന്നാ മറുപടി പറഞ്ഞത്. അങ്ങനെയാണ് എല്ലാവരും കേട്ടതും അങ്ങനെ തന്നെയാണ്. എങ്കിൽ സന്തോഷം എന്നുള്ളത് പ്രവർത്തനമല്ല, അത് വെറും ഇൻഫിആലാണ്. ഇൻഫിആലിനോട് ഹുക്മ് ബന്ധിക്കുകയില്ല എന്നുള്ളത് ഉസൂൽ ഫിഖ്ഹിലുള്ള കാര്യമാണെന്ന് ചെറിയ നിലക്ക് ഫിഖ്ഹും ഉസൂൽ ഫിഖ്ഹും പഠിച്ചവർക്ക് അറിയാം. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ ആ നിർബന്ധം എന്ന ആ വാദം ശരിയല്ല. എൻ്റെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ്. അപ്പോ ഈ ഇൻഫിആലിനോട് ഹുക്മ് ബന്ധിക്കുകയില്ല, സന്തോഷം നിർബന്ധമാണെന്ന് പറഞ്ഞത് ശരിയല്ല. കാരണം സന്തോഷം ഒരു മനുഷ്യന് തന്നാൽ ഒരു സന്തോഷം ഒരു മനുഷ്യന് ഇങ്ങനെ ഉണ്ടാവുകയാണ്, ഉണ്ടാക്കലല്ലോ. അതുകൊണ്ട് അതിന് ഹുക്മ് വാജിബെന്നോ സുന്നത്തെന്നോ ഒരു ഹുക്മും ബന്ധിക്കുകയില്ല. ആ പറഞ്ഞ മറുപടി തെറ്റാണ്. ഇനി രണ്ടാമത്, ഇങ്ങനെ സന്തോഷിക്കുമ്പോൾ ആ സന്തോഷിച്ചതിൻ്റെ പേരിൽ, ആ റഹ്മത്തിൻ്റെ പേരിൽ, ആ നിഅമത്തിൻ്റെ പേരിൽ ഭക്ഷണം കൊടുക്കൽ, അതുപോലെ തന്നെ മറ്റുള്ള ഇബാദത്തുകൾ വർദ്ധിപ്പിക്കൽ, ഒരു അനുഗ്രഹം കിട്ടിയതല്ലേ, ആ കിട്ടിയതിൻ്റെ പേരിൽ അള്ളാഹുവിന് ശുക്റായിക്കൊണ്ട് ഭക്ഷണം കൊടുക്കുക, ഇതിൻ്റെ വിധി എന്താണ്? ഏതായാലും ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രം വന്നാന്ന് മനസ്സിലായി. ഉത്തരങ്ങൾ കേട്ടിട്ടില്ല. ബാക്കി എല്ലാവരും കേട്ടു, നിങ്ങൾ മാത്രം കേട്ടില്ല. ശുക്ർ കാണിക്കൽ നിർബന്ധമാണെന്നല്ല പറഞ്ഞത്. അപ്പോൾ ചോദ്യം ചോദിക്കാൻ മാത്രം കാസർഗോഡ് നിന്ന് വണ്ടി കയറിയതാണെങ്കിൽ അത് നഷ്ടമായി എന്നാണ് പറയാനുള്ളത്. ഇവിടെ പറഞ്ഞ് ശുക്ർ കാണിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞത്. സന്തോഷിക്കണം, ശുക്ർ കാണിക്കൽ നിർബന്ധമാണ്. ഇത് അപ്പോഴും കേൾക്കണില്ല. റുഹ്മാൻ ഹക്കീം ഇപ്പോഴും കേൾക്കണില്ല. രണ്ടാളും ഒത്ത് അവിടുന്ന് വണ്ടി കയറിയതാണെങ്കിൽ അത് വേറെ വഴിക്ക് നോക്കാൻ മകാലിക്ക് ഒന്നുകിൽ മറുപടി ശ്രദ്ധിക്കാം. അതല്ല ചുയിപ്പുണ്ടാക്കാൻ മാത്രമാണെങ്കിൽ പണി വേറെ ഉണ്ട്. അത് ഈ വേദിയല്ല നല്ലത്. അപ്പം മറുപടി കേൾക്കാതെ ചോദ്യം മാത്രം ചോദിച്ചു പോവുക എന്നാണെങ്കിൽ തൽക്കാലം ഈ വേഷം മാറ്റി പഴയ വേഷം ഇട്ടിട്ട് വേഷം മാറും നല്ലത്. ഇപ്പം വേഷം മാറിയത് വെറുതാവും. അപ്പം ഏതായിരുന്നാലും കുറേയൊക്കെ നമുക്ക് പറയാലോ,
നിങ്ങൾ പേര് പണിയുമ്പോൾ തന്നെ നമുക്ക് അറിയാം സാധനം എന്താ ജാതി എന്താന്നൊക്കെ. നിങ്ങൾ ആ പിന്നെ ഫസ്റ്റ് പേര് പണിയുമ്പോൾ തന്നെ അവിടുന്ന് മനസ്സിലായിട്ടുണ്ട് ഇത് എന്ത് സൈസാന്നൊക്കെ. നിങ്ങൾ എവിടെ ജില്ല മാറിയാലും കോലം മാറിയാലും വേഷം മാറിയാലും ഒക്കെ തിരണ്ടോയ്ക്ക് തിരിയും എന്ന് കൂടി മനസ്സിലാക്കുക. അപ്പം ശുക്ർ കാണിക്കലാണ് നിർബന്ധം എന്ന് പറഞ്ഞത്, അല്ലാതെ സന്തോഷിക്കലല്ല. സന്തോഷിക്കൽ നിർബന്ധം ഇവിടെ പറഞ്ഞിട്ടില്ല. സന്തോഷിക്കൽ നിർബന്ധം എന്ന് പറയും ഞങ്ങൾ വിചാരിച്ചത് അതല്ല, അതിന് കണക്കാക്കി രണ്ടാമത്തെ ഉണ്ടാക്കി വെച്ചത്, പക്ഷെ അത് പൊളിഞ്ഞു മാത്രം. അപ്പോൾ ശുക്ർ കാണിക്കൽ നിർബന്ധമാണ്, അത് സംശയമില്ലല്ലോ. അത് വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് എടുത്തുപോനാണ്. അതാണ് ഇവിടെ ആയത്തും ഹദീസും വെച്ച് നബിയുടെ പ്രവർത്തനം വെച്ച് സ്വഹാബത്തിന്റെ പ്രവർത്തനം വെച്ച് ഇവിടെ വിശദീകരിച്ചും അത് തന്നെയാണ്. അപ്പോൾ ഇനി പറയാത്ത പറഞ്ഞു എന്ന് പറയരുത്. ഏതായിരുന്നാലും ശുക്ർ നിർബന്ധം, അതാണ് ഇവിടെ പറഞ്ഞത്. ഇനി കേട്ടില്ല എന്ന് പറയരുത്. സന്തോഷിക്കൽ അത് അനുവദനീയമാണ്. ഏത് നിലക്ക് അള്ളാഹും റസൂലും എന്തൊക്കെ പഠിപ്പിച്ചോ ആ നിലക്കൊക്കെ ആവാം. ഇനി അതിൻ്റെ ഭാഗമായിട്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റോ, അതിൻ്റെ ഭാഗമായിട്ട് തുള്ളിച്ചാടാൻ പറ്റോ, അതിൻ്റെ ഭാഗമായി തലകുത്തി മറിയാൻ പറ്റോ, ഓരോന്നും ചോദിക്കേണ്ട കാര്യമില്ല. അവിടെ എല്ലാം ഇസ്ലാം പഠിപ്പിച്ച അസുലുണ്ട്. അവിടെ നിന്നുകൊണ്ട് എന്തുമാകാം, ഏതുമാകാം. ഏത് നിഅമത്തും ഏത് റഹ്മത്തിനും അത് ബാധകവുമാണ്. അതും നബിദിനാഘോഷവുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയില്ല. നിങ്ങൾ കൊണ്ടുവന്ന് എടുക്കാന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് മാത്രം പ്രയോജനമില്ല. ഒരു കാര്യം, ഇത് കേവലം ഒരു സന്തോഷം പഠിപ്പിക്കലാണോ അതോ മതത്തിൽ സുന്നത്തായി പഠിപ്പിച്ച കാര്യമാണോ? ഇവിടെ നിങ്ങളൊക്കെ ഉസ്താദുമാർ ആളുകളെ പഠിപ്പിക്കുന്നത് സുന്നത്താണ് എന്നാ. മാത്രം വിശുദ്ധ ഖുർആനിൽ കൽപ്പനയുണ്ട് എന്നാ. മാത്രവുമല്ല ബലിപെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് എന്നാണ്. മുസ്ലിമീങ്ങൾക്ക് 3 ആഘോഷമുണ്ട്: ചെറിയ പെരുന്നാൾ, ബലിപെരുന്നാൾ, അതേപോലെ ഈദ് മീലാദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ 3 ഈദാണ്, 3 ആഘോഷമാണ് മുസ്ലിമീങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞു കൊണ്ടുവരുമ്പോൾ അത് ഇസ്ലാമികല്ല, അത് ദീനല്ല, അത് ശരിയല്ല എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. അല്ലാതെ നിഅമത്ത് കിട്ടിയ സന്തോഷിക്കാൻ പറ്റുമോ? ഇപ്പം മഴ പെയ്യാൻ പോവുക, മഴ നിഅമത്താണ്, കിട്ടിയ വലിയ സന്തോഷം നമുക്ക്, ഒരു സംശയമില്ല. മഴ വലിയ റഹ്മത്താണ്, മഴ പെയ്തിട്ട് വലിയ സന്തോഷമാണ്, അതിനാർക്കും വിരോധമൊന്നുമില്ല. ഓരോ നിഅമത്തിനും അങ്ങനെ അല്ലാഹും റസൂലും പഠിപ്പിച്ച രൂപത്തിൽ ആ അസ്ലിൽ നിന്നുകൊണ്ട് ഏത് സന്തോഷം നമുക്കാവാം. അസ്ലിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് തെറ്റായി മാറും എന്ന് മാത്രം. ഇവിടെ കേവലമായ ഒരു സന്തോഷപ്രകടനത്തെക്കുറിച്ചല്ലല്ലോ ചർച്ച. നേരെ മറിച്ച് ഇത് ഇസ്ലാമിലെ പുണ്യകർമ്മമായും അതേപോലെ ബലിപെരുന്നാളിനേക്കാളും വലിയ ആഘോഷമായും 3 ആഘോഷമുള്ളതിൽ 3ാമത്തെ ആഘോഷമായും ഒക്കെ എണ്ണിപ്പറയുമ്പോൾ അതിന് പ്രമാണം വേണം എന്നാണ് പറഞ്ഞത്. അതിലേക്ക് ചർച്ച പോകാതെ അനുഗ്രഹമല്ലേ, അത് സന്തോഷിക്കണ്ടേ എന്നുള്ള അതാണ് ഇവിടെ പറഞ്ഞ അനുഗ്രഹമാണ് സന്തോഷിക്കുക. അത് വിഷയത്തിൽ തന്നെ ഷമീൽ മദീനി വിശദമായി ആ ഭാഗം ആദ്യമായി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ആ തരത്തിലേക്കല്ല, ഇത് ദീനിന്റെ ഭാഗമായി പരിചയപ്പെടുത്തപ്പെടുകയും ഇത് സുന്നത്തായി പറയുകയും എന്നാൽ ഫർദിനേക്കാളും വലിയ ഗൗരവത്തിൽ അത് കൊണ്ടാടപ്പെടുകയും ചെയ്യാത്തവരൊക്കെ പുത്തൻവാദികളായി പിഴച്ചവരായി പരിചയപ്പെടുത്തപ്പെടുകയും ആ നിലയ്ക്കുള്ള വിശദീകരണം വരികയും ചെയ്യുമ്പോൾ അത് എവിടുന്ന് കിട്ടി എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം ചോദിക്കുന്നത്. അതല്ലാതെ സന്തോഷം നാമങ്ങൾ ഇന്ന ഹോട്ടലിൽ കൊണ്ടുപോയി ചോറ് കഴിഞ്ഞ് തന്നു, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, അതല്ലല്ലോ ഇവിടെ വിഷയം. അതിനപ്പുറത്ത് ഇത് മതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടുവരുന്നു, മതത്തിന് ഇത് സുന്നത്തായി പഠിപ്പിക്കുന്നു, ഇത് പുണ്യമാണെന്ന് പറയുന്നു, ഇതിന് ആയത്തുണ്ട് എന്ന് പറയുന്നു, ഇതിന് ധാരാളം കള്ളക്കഥകൾ ഇതിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്നു, ഇത് ബലിപെരുന്നാളിനേക്കാളും വലിയ ആഘോഷമായി പറയുന്നു. ആ നിലയ്ക്ക് കൊണ്ടുവരുമ്പോൾ അത് മതത്തിൽ കൂട്ടിച്ചേർക്കലാണ് എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറയുന്നത്. ഫൈസൽ മൗലവി എന്തായെങ്കിലും എല്ലാവരും കേൾക്കുന്ന രൂപത്തിൽ പച്ച കള്ളോടെ പറയുകയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്ലിപ്പ് ഒന്നും കൂടി മടക്കിയിടണം. നേരത്തെ പറഞ്ഞ ആ മറുപടി ഒന്നും കൂടി മടക്കാൻ തയ്യാറുണ്ടോ? അതൊക്കെ തയ്യാറാണ്. ഇപ്പൊ വെക്കണം. ആ സന്തോഷിക്കലും ശുക്ർ ചെയ്യലും രണ്ടും നിർബന്ധമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാദം നിങ്ങൾ തിരുത്തുമെന്ന് നിങ്ങൾ സമ്മതിക്കോ? മുസ്ലിം അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ തൽക്കാലം ഈ പറഞ്ഞ കളവനെ നമുക്ക് പിന്നെ മടക്കാം. ബാക്കി പറഞ്ഞോളി. ആ വെല്ലുവിളി നിങ്ങൾ എടുത്തോളി. ഈ പറഞ്ഞ വെല്ലുവിളി എന്നെ പറ്റി കളവാണെന്ന് പറഞ്ഞു. നിങ്ങൾ കളവ് പറഞ്ഞു, അത് കളവ ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ കളവ് തന്നെയാണ്, ചോദ്യം മാറ്റണ്ട. ഇത് പറയും. നിങ്ങൾ പറഞ്ഞില്ല, എന്തായെങ്കിലും നിങ്ങളത് കാസ്റ്റ് ഇറങ്ങുമ്പോൾ കാണാമല്ലോ. അപ്പൊ കണ്ടോണ്ടി. എന്തായാലും ഈ നല്ലോണം പേടിച്ചത് തെളിവാണ്. കാരണം ഉസൂൽ ഫിഖ്ഹും ഫിഖ് എന്നല്ല പറയുമ്പോ വേഷം മാറി വരിക, വേഷം മാറേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് നല്ല നിലക്ക് എന്തായെങ്കിലും ഈ ഭക്ഷണം കൊടുക്കൽ അതിന്റെ പേരിൽ അതിന്റെ വിധി എന്താണെന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇല്ല. എന്നാൽ അൽഹംദുലില്ലാ അങ്ങനെങ്കിലും സമ്മതിച്ചു, മറുപടി ഇല്ല.
വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത ലിൽ മുത്തഖീൻ. നിങ്ങൾ മഗ്ഫിറത്തിലേക്ക് ഉളരണം, സ്വർഗത്തിലേക്കും. ആ സ്വർഗത്തിന്റെ നീളമാകട്ടെ ആകാശത്തിന്റെയും ഭൂമിയേക്കാളും അതിന്റെ ആ അളവാണ് അതിന്റെ വീതി എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ആ സ്വർഗം ഉഇദ്ദത ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണത്, മുത്തഖീങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്ന് ആൽ ഇംറാൻ സൂറത്തിലുണ്ട്. അതിനുശേഷം പറയുകയാണ് അല്ലദീന, എങ്ങനെയുള്ള മുത്തഖീങ്ങളാണ്, യുൻഫിഖൂന, അവർ സമ്പത്തുകളെ ചെലവാക്കുന്നവരാണ്, ഫിസ്സറാ, സന്തോഷഘട്ടങ്ങളിൽ അവർ ചെലവാക്കുന്നവരാണ്. ഈ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, നബിയെ തങ്ങളെ നാം ഈ ലോകർക്ക് അനുഗ്രഹമായിട്ടല്ലാതെ നാം അയച്ചിട്ടില്ല എന്ന് റഹ്മത്തായി പ്രഖ്യാപിക്കുകയും എന്നിട്ട് ആ റഹ്മത്ത് മുസ്ലിം സമുദായത്തിലേക്ക് വന്നതിന്റെ പേരിൽ ഓരോ റബീഉൽ അവ്വൽ എത്തുമ്പോഴും ഞങ്ങളുടെ മനസ്സിൽ അത് സന്തോഷമാണ്. ആ സന്തോഷ പ്രകടനം എന്ന നിലയ്ക്ക് ആ ജനങ്ങൾക്ക് അതാ ഭക്ഷണം നൽകുകയാണ്, അതുപോലെ തന്നെ ഖുർആൻ ഓതുകയാണ്, അതുപോലെ തന്നെ മദ്ഹുകൾ പാടുകയാണ്. ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് സ്വലാത്ത് പറയാൻ പറഞ്ഞു. ഇങ്ങനെ മദ്ഹ് പറയുകയും അതുപോലെ തന്നെ ഖുർആൻ ഓതുകയും അതുപോലെ തന്നെ ഈ ആൽ ഇംറാൻ സൂറത്തിൽ പറഞ്ഞ ഭക്ഷണം നൽകുകയും ഇതെല്ലാം പുണ്യമാണ്, ഇതെല്ലാം പ്രതിഫലം കിട്ടുമെന്ന് നിങ്ങൾ സമ്മതിക്കുകയുണ്ടായി. നിങ്ങൾ പറഞ്ഞത് അതല്ല ചർച്ച എന്നാണ്. എങ്കിൽ എൻ്റെ ചോദ്യം, ഇങ്ങനെ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? പണ്ടില്ലാന്ന് പറഞ്ഞെങ്കിൽ ഇപ്പൊ സമ്മതിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ചർച്ച ചെയ്യാതല്ലാതെ നിങ്ങൾ ഈ മുഖാമുഖം കഴിഞ്ഞ് പോകുമ്പോൾ എന്നെ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങി തന്നാൽ പറ്റോ ഇല്ലേ, ചർച്ച ഇല്ല. അതല്ല ചർച്ച. ഈ കാര്യം ബോധ്യപ്പെട്ട് സന്തോഷമായി, നിങ്ങൾ എനിക്ക് ചോറ് വാങ്ങി തന്നു, ഒരു കുഴപ്പമില്ല. അതല്ലല്ലോ ചർച്ച. യുൻഫിഖൂന ഫിസ്സറായി, ബാക്കി എന്താ? വല്ലറായിന. എന്തെങ്കിലും ഓതാത്ത്? ഫിസ്സറായി വല്ലറായി, സന്തോഷത്തിന് മാത്രമല്ല പ്രയാസം ഉണ്ടാകുമ്പോഴും വിഷമുണ്ടാകുമ്പോഴും ചെലവഴിക്കും. അതാണ്. അപ്പോൾ ആശ്വാസത്തിലും അല്ലാത്തപ്പോഴും എല്ലാം ഉള്ളതനുസരിച്ച് മനുഷ്യന്മാർ ചെലവഴിക്കും. അതും നബിദിനും എന്താ ബന്ധമുള്ളത്? ഇവിടെ സുന്നത്താണ് എന്നും ബലി പെരുന്നാളേക്കാൾ വലിയ ആഘോഷമാണ് എന്നും പരിചയപ്പെടുത്തുന്നു. അത് എവിടുന്ന് കിട്ടീന മുജാഹിദ് പ്രസ്ഥാനം ചോദിക്കുന്നത്. അല്ല നിങ്ങൾ ചോറ് വാങ്ങിത്തരാൻ പറ്റുമല്ലോ എന്നുള്ളതല്ല. അതല്ല ചർച്ച. അതിലേക്ക് എന്താ വരാത്തത്? അതാ നിങ്ങൾ പറയേണ്ടത്. ഈ സമുദായത്തെ പഠിപ്പിക്കുന്നത് എന്താ? ഇത് മഹത്വമാണ്. 3 ആഘോഷമാണ് മുസ്ലിങ്ങൾക്കുള്ളത്. 1 ചെറിയ പെരുന്നാൾ, 2 ബലി പെരുന്നാൾ, 3 ഈദ് മീലാദ് റസൂലില്ലാഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ മീലാദ് എന്ന ഈദ്. അതിന് തെളിവ് എവിടെയെന്ന? അത് തെളിവില്ല എന്നാണ് മുജാഹിദ് പ്രസ്ഥാനം ഇക്കാലം അത്രയും പഠിപ്പിച്ചു പോരുന്നത്. ഇത് സുന്നത്താണ് എന്നാണ് എഴുതിയത്. നബിദിനാഘോഷം സുന്നത്താണ് എന്നാണ് എഴുതിയത്. അതിനെന്താണ് അസ്ല്? അത് എവിടെ നിന്നാണ് കിട്ടിയത്? ഒരു കാര്യം സുന്നത്താകണമെങ്കിൽ എന്താ വേണ്ടത്? അതിന് പ്രമാണം വേണമല്ലോ. ആ പ്രമാണം എന്ത് എന്നതാണ് ഇവിടെ ചോദ്യം. അതല്ലാതെ സന്തോഷം ഉണ്ടാകുമ്പോൾ ചെലവഴിക്കാൻ പറ്റോ, വിഷമുണ്ടാകുമ്പോൾ ചെലവഴിക്കാൻ പറ്റോ എന്നതല്ലല്ലോ ചർച്ച. ആ ചർച്ചയിൽ പ്രസക്തിയുമില്ല. അതേസമയം നിങ്ങൾ ഈ സമുദായത്തെ വഞ്ചിക്കുന്നു എന്നൊരു സമൂഹത്തോട് പറയുന്നു. ഇത് ഖുർആനിൽ തെളിവുണ്ട്, ഹദീസിൽ തെളിവുണ്ട്. സുദീഖുൽ അക്ബർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഉമർ ഖത്താബ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എത്ര മഹാന്മാരെ പേര് കളവ് പ്രചരിപ്പിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് മൗലിദിന്റെ മഹത്വം പറഞ്ഞുവെന്ന്, ഉമർ ഖത്താബ് മൗലിദിന്റെ മഹത്വം പറഞ്ഞുവെന്ന്, ഹസൻ ബസരി പറഞ്ഞു ഉഹുദ് മലയോളം സ്വർണ്ണമുണ്ടെങ്കിലും ഞാൻ മൗലിദിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നുവെന്ന്. ഇങ്ങനെ ധാരാളം കളവുകൾ മഹാന്മാരായ സ്വഹാബത്തിന്റെയും താബിഴുകളെയും ഖുലഫാ റാഷിദുകളുടെ പേരിൽ പോലും പറഞ്ഞുകൊണ്ട് സമുദായത്തെ വഞ്ചിക്കുന്നു. അവിടെയാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞത്. ഇനി ഭക്ഷണം കൊടുക്കലാവട്ടെ, ദിക്ർ ചൊല്ലലാവട്ടെ, ദുആ ചെയ്യലാവട്ടെ, സ്വലാത്താവട്ടെ, ഏതാണെങ്കിലും അതിനൊക്കെ ഇസ്ലാം പഠിപ്പിച്ച ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡത്തിലല്ലേ അത് ചെയ്യാൻ പറ്റൂ. നിസ്കാരമാണെന്ന് വിചാരിച്ച് എപ്പോഴും നിസ്കരിക്കാൻ പറ്റുമോ? എങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോ? നോമ്പാന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും നോമ്പ് വയ്ക്കാൻ പറ്റുമോ? ദിക്റാണെന്ന് വിചാരിച്ച് എന്ത് ദിക്റും ചൊല്ലാൻ പറ്റുമോ? അതിനൊക്കെ ഒരു മാനദണ്ഡമില്ലേ? പണ്ട് KC അബൂബക്കർ പറയാറുണ്ട്, ഒരു ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ തെങ്ങിന്മ കയറാൻ പറ്റുമോന്ന്. അവിടെ തെങ്ങുമ്മ കയറാൻ കുഴപ്പമൊന്നുമില്ല, എന്താ പ്രശ്നം? അടുത്ത ചോദ്യം, തെങ്ങുമ്മ കയറി തേങ്ങ ഇടാൻ പറ്റുമോന്നാ. തെങ്ങുമ്മ കയറി പിന്നെ വേറെന്താ ചെയ്യാ? തേങ്ങ വലിക്കല്ലാതെ തേങ്ങ വലിക്കാം. ആ വലിച്ച തേങ്ങ കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോകാൻ വിരോധമില്ല. അത് അരച്ച് കറി വെക്കാൻ പറ്റുമോ? കറിയും വെക്കാൻ കുഴപ്പമില്ല. പക്ഷെ തെങ്ങ് അവനാണ് തെങ്ങല്ല ആനാന്റെ തെങ്ങാന്ന് മാത്രം പറയില്ല. അന്യന്റെ തെങ്ങാകുമ്പോൾ കയറാനും പറ്റില്ല, തേങ്ങ ഇടാനും പറ്റില്ല, അത് കൊണ്ടുപോകാനും പറ്റില്ല, അത് അരച്ച് കറി വെച്ച് കഴിക്കാനും പറ്റില്ല അവന്റെ സമ്മതമില്ലാതെ. അതാണ് വ്യത്യാസം. അപ്പൊ ദിക്റല്ലേ, ദുആഅല്ലേ, ഭക്ഷണം കൊടുക്കലല്ലേ, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ അത് എവിടെയാണ്, എന്തിന്റെ പേരിലാണ്, അവിടെയാണ് പ്രശ്നം.
മതത്തിൽ പുതിയ ആചാരമുണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഫാത്തിഹ ഓതിയാൽ പോലും തെറ്റായി മാറും. ഒരു ഫാത്തിഹ ഓതിയാൽ പോലും മതത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ ഒരാൾ നിസ്കരിക്കാം, റുക്കോയിൽ അയാൾ യാസീൻ ഓതാൻ തീരുമാനിച്ചു, നമ്മൾ ആരെങ്കിലും സമ്മതിക്കുമോ? അയാൾ പറഞ്ഞു ഞാൻ റുക്കോയിൽ യാസീൻ ഓതുകയാണ്, യാസീന് കുഴപ്പമുണ്ടോ? ഇല്ല. റുക്കോയിന് കുഴപ്പമുണ്ടോ? ഇല്ല. പിന്നെന്താ പ്രശ്നം? റുക്കോയിനും കുഴപ്പമില്ല, യാസീനും കുഴപ്പമില്ല, പക്ഷേ റുക്കോയിൽ യാസീനാകുമ്പോൾ കുഴപ്പമായി. അതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. ഏത് വിഷയം അങ്ങനെ തന്നെയാണ്. എവിടെയാണോ മതം ചെയ്യാൻ പഠിപ്പിച്ചത് അവിടെ ചെയ്യാം, എങ്ങനെയാണോ ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യാം, എത്രയാണോ ചെയ്യാൻ പറഞ്ഞത് അത്ര ചെയ്യാം. അതല്ലാതെ മതത്തിലേക്ക് പുതിയ ഒന്ന് കൂട്ടിച്ചേർത്ത് അതിന് പുതിയ തെളിവുണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അതിനാണ് മതത്തിൽ ബിദ്അത്ത് എന്ന് പറയുക. അല്ലെങ്കിൽ മതത്തിൽ ബിദ്അത്ത് എന്ന ഒന്നുണ്ടാകുമോ? ഏത് ബിദ്അത്തിനും ഈ ന്യായം പറഞ്ഞൂടെ? ഒരാൾ പുതിയ നിസ്കാരം ആരംഭിച്ചു നാളെ മുതൽ വിചാരിക്കുക, അയാൾക്ക് എന്ത് പറയാം? എന്താ ഇപ്പം എൻ്റെ നിസ്കാരത്തിൽ ഫാത്തിഹയുണ്ട്, സൂറത്തുണ്ട്, റുക്കൂഉണ്ട്, സുജൂദുണ്ട്, ഇതിന് വല്ല കുഴപ്പമുണ്ടോ ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. എന്നിട്ട് അയാൾ ചോദിക്കുക ഉസ്താദെ സുജൂദിന് കുഴപ്പമുണ്ടോ? ഇല്ല, സുജൂദ് ഉഷാറാണ്, മഹത്വമാണ്, ഖുർആൻ ആയത്തോതി കൊടുക്കും. റുക്കൂഇന് പ്രശ്നമുണ്ടോ? ഇല്ല, അപ്പം അതിനും ആയത്തോതി കൊടുക്കും. ഫാത്തിഹയ്ക്ക് പ്രശ്നമുണ്ടോ? ഇല്ല, ഫാത്തിഹയുടെ മഹത്വം പറഞ്ഞെടുക്കും. എല്ലാ അവസരം കൂട്ടി വരാ ഇതല്ലേ ഞങ്ങളും ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ തെങ്ങ് കയറുന്ന ഉദാഹരണം പറഞ്ഞതുപോലെയാണ് അതിലുള്ളത് എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഉദാഹരണങ്ങളല്ലോ അന്തൻ്റെ വടി പോലെ എല്ലായിടത്തും കുത്താനോ അല്ലെങ്കിൽ എർപ്പൻ്റെ പൊതു പോലെ എല്ലാത്തിനും ഉപയോഗിക്കാനുള്ളതല്ല, അത് ഉപയോഗിക്കാനടുത്ത് ഉപയോഗിക്കാറിയണം. ഉദാഹരണങ്ങളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായെങ്കിലും പറയട്ടെ. ഞാൻ പറഞ്ഞ വാദം അതെന്താ ഞങ്ങൾ സമ്മതിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന മഹത്തായ റഹ്മത്ത്, ആ റഹ്മത്ത് ഇവിടെ ജനിച്ചു വീണു, ഞങ്ങളിലേക്ക് അല്ലാഹു തആല അയച്ചു എന്ന ഈ റഹ്മത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുത്താൽ പ്രശ്നമില്ല, അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? അല്ല, പിന്നെന്ത് പറഞ്ഞത്? മുഖാമുഖം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷണമായി തന്നാൽ കുഴപ്പമില്ല. സന്തോഷം നേരത്തെ പറഞ്ഞത് മാറ്റിപ്പോ മാറ്റിപ്പിടിക്കുകയാണ്. ഒരു മിനിറ്റ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നിങ്ങൾ ഭക്ഷണം വാങ്ങി തരാൻ പോകാൻ പാടില്ല. ഈ സന്തോഷം റഹ്മത്തിന്റെ പേരിൽ ഭക്ഷണം ചെലവാക്കുക അത് പ്രശ്നമില്ല നേരത്തെ പറഞ്ഞില്ലേ? സ്വന്തം തെങ്ങാണെങ്കിൽ, സ്വന്തം തെങ്ങാണെങ്കിൽ കയറാൻ പറഞ്ഞത്, സ്വന്തം തെങ്ങിലാണെങ്കിൽ കയറാം. ആരാണ്ട് കയറാൻ പറ്റില്ല. തെങ്ങിന്റെ വിഷയം അങ്ങനെയാണോ? ആയിക്കോട്ടെ, നല്ല ആള്. എന്തായാലും പറയട്ടെ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന റഹ്മത്ത്, ആ റഹ്മത്തിന്റെ പേരിൽ സന്തോഷിക്കൽ അനുവദനീയമാണോ? അല്ലേ? ചോദ്യം ആണെന്ന് പറഞ്ഞു. രണ്ടാമത്, ആ സന്തോഷത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നതിന് പ്രശ്നമുണ്ടോ? അപ്പോഴും പറഞ്ഞു പ്രശ്നം ഇല്ല. പിന്നെന്ത്? സുന്നത്തായി പറയുക എന്നുള്ളടത്തല്ലേ പ്രശ്നമുള്ളത്. അല്ലാതെ ഞങ്ങളിപ്പോ ചെയ്യുന്നത് പോലെ ഞങ്ങൾ നബി തങ്ങൾ ജനിച്ചതിന്റെ പേരിൽ ഇന്നും മൗലിദ് ആഘോഷിച്ചാണ് വന്നത്, ഇന്നും മൗലിദ് ഓതുന്നുണ്ട്, എന്നും മദ്ഹ് പറയുന്നുണ്ട്. ഇതിലെന്താണ് തെറ്റ്? ഇതൊരു തെറ്റുമില്ലല്ലോ. കാരണം നിങ്ങൾ പറഞ്ഞു സന്തോഷം പ്രകടിപ്പിക്കൽ, ശുക്ർ ചെയ്യൽ നിർബന്ധമാണ്, അള്ളാഹുവിനുള്ള ശുക്റാണ്, നബി തങ്ങളെ മദ്ഹ് പറയുകയാണ്, അതുപോലെ തന്നെ ഭക്ഷണം നൽകുകയാണ്, ഇതെല്ലാം അനുവദനീയമാണെന്ന് പറയുകയുണ്ടായി. അതാണ് എൻ്റെ ഉദ്ദേശ്യവും. അൽഹംദുലില്ലാ, അത് പൂർത്തീകരിച്ചതാണ് സന്തോഷം. ഞാൻ സന്തോഷത്തിനും കൂടി ശുക്ർ കാണിച്ചാളേ, ആ സന്തോഷത്തിനും ശുക്ർ കാണിക്കാം. അതാ ഞാൻ ഇതുവരെ പറഞ്ഞത്, അത് നിങ്ങൾ സുന്നത്താക്കി മാറ്റി, അവിടെയാണ് പ്രശ്നം. അത് 3 ആഘോഷങ്ങളാണെന്ന് പരിചയപ്പെടുത്തി, ബലിപെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണെന്ന് പറഞ്ഞു, അവിടെയാണ് പ്രശ്നം. ഇനി ഞാൻ വായിച്ചുതരാം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, ഞാൻ അപ്പുറം പറയാളില്ലല്ലോ, അദ്ദേഹം എഴുതുന്നു, ലോകത്തെല്ലായിടത്തും അറബ് മുസ്ലിം രാഷ്ട്രങ്ങളിലും അല്ലാത്തരങ്ങളിലും മൗലിദാഘോഷം നടന്നു വരുന്നു. തിരുനബിയുടെ കാലഘട്ടം മുതൽ കണ്ണിമുറിയാതെ നടന്നു വരുന്ന ആ സുന്നത്തിനെതിരായി കേൾക്കുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങളൊന്നും മുസ്ലിം സമുദായ മനസ്സുകളെ സ്വാധീനിച്ചിട്ടില്ല. അവിടെയാണ് തർക്കം, മർമ്മം അവിടെയാണ്. തിരുനബിയുടെ കാലം മുതൽ ഇന്നുവരെയും കണ്ണിമുറിയാതെ നടന്നു വരുന്ന സുന്നത്താണ് എന്നാണ് കാന്തപുരം മുസ്ലിയാർ എഴുതിയത്. അത് എവിടുന്ന് കിട്ടിയെന്നാണ് പ്രശ്നം. തിരുനബിയുടെ കാലം മുതൽ ഇന്നുവരെയും കണ്ണിമുറിയാതെ നടന്നു വരുന്ന സുന്നത്ത്, അത് പറയാൻ സമ്മതിക്കൂല. അതാണ് നമ്മൾ തർക്കം. അതിൻ്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയാലും തെറ്റാണ്, ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല, അതിൻ്റെ പേരിൽ ഫാത്തിഹ ഓതിയാലും തെറ്റാ, അതിൻ്റെ പേരിൽ 2 സ്വലാത്ത് ഏറെ ചൊല്ലിയാലും തെറ്റാണ്, അതിൻ്റെ പേരിൽ ഒരു ദിക്ർ ചൊല്ലിയാലും തെറ്റാണ്. സുബ്ഹാനല്ലാഹ് പറഞ്ഞു, അതും തെറ്റ് തന്നെയാണ് അതിൻ്റെ പേരിലാകുമ്പോൾ. അതാണ് ഞാൻ നേരത്തെ തെങ്ങിൻ്റെ ഉദാഹരണം പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായല്ലോ ഉദാഹരണം ഉപയോഗിക്കുന്ന സ്ഥലത്താണ് ഉപയോഗിച്ചതെന്ന്. അവിടെ വരുമ്പോൾ എല്ലാം തെറ്റായി മാറുന്നു. അതിനാണ് വിശദമായി ഞാൻ നേരത്തെ വിശദീകരിച്ചത്. ഇപ്പം നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിച്ചു, ഇഷാ നിസ്കരിച്ചു, ഇഷാ ജമാഅത്തായി നിസ്കരിച്ചു എല്ലാവരും. ഇഷാവിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു. ആ സുന്നത്ത് ആരെങ്കിലും ജമാഅത്തായി നിസ്കരിച്ചോ? എന്താ ചെയ്യാത്തത്? ആ ഇമാം അവിടെ ഉണ്ട്, ആ മഅ്മൂമീങ്ങൾ അവിടെ ഉണ്ട്,
ജമാഅത്ത് 27 പുണ്യവുമുണ്ട്, ശരി നമുക്ക് ആ 2 റക്അത്തും കൂടി ജമാഅത്തായി നിസ്കരിക്കാം എന്ന് ഇമാം പറഞ്ഞാൽ ആരെങ്കിലും തയ്യാറാവോ? അപ്പോൾ ഒരുത്തൻ ചോദിക്കുക, ജമാഅത്തിന് കുഴപ്പമുണ്ടോ, നിസ്കാരത്തിന് കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. ആ സുന്നത്ത് നിസ്കാരം ഹദീസിലില്ലേ? ഉണ്ട്. ജമാഅത്തിന്റെ മഹത്വം ഹദീസിലില്ലേ? ഉണ്ട്. പിന്നെന്ത് ജമാഅത്തായി നിസ്കരിക്കാത്തത്? അവിടെ നബി ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല, അവിടെ പ്രവാചകൻ പഠിപ്പിച്ചില്ല. ഈ പറഞ്ഞ ചെലവഴിക്കാൻ പറഞ്ഞ ആയത്തുകളും റഹ്മത്തോട് സന്തോഷിക്കാൻ പറഞ്ഞ ആയത്തുകളും ഈ ആയത്തെല്ലാം ഇറങ്ങിയത് അള്ളാഹുവിൻ്റെ റസൂലിനാണ്, എനിക്കും നിങ്ങൾക്കുമല്ല. എല്ലാ ആയത്തും അവതരിച്ചത് അള്ളാഹുവിൻ്റെ റസൂലിനാണ്. റസൂലിൽ നിന്ന് ആ ആയത്ത് ആദ്യമായി കേട്ട് ജീവിതത്തിൽ പാലിച്ചവർ സ്വഹാബിമാരാണ്. എങ്കിൽ ഈ ആയത്തിറങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ ഈ ആയത്തു പ്രകാരം അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് പ്രവാചകന് എന്താണ് പ്രത്യേകിച്ച് ചെയ്തത്? അതാണല്ലോ അസ്ല്. ഈ ആയത്തടിസ്ഥാനമാക്കി നബിതങ്ങൾ റബീഉൽ അവ്വലിൽ എന്തു ചെയ്തു? ഞങ്ങൾ പറയുന്നു ഒന്നും ചെയ്തിട്ടില്ല. സ്വഹാബിമാർ എന്ത് ചെയ്തു? ഞങ്ങൾ പറയുന്നു ഒന്നും ചെയ്തിട്ടില്ല. താബിഉകൾ എന്ത് ചെയ്തു? താബിഉകൾ എന്ത് ചെയ്തു? ഞങ്ങൾ പറയുന്നു ഒന്നും ചെയ്തിട്ടില്ല. അബൂ ഹനീഫ ഇമാം എന്ത് ചെയ്തു? ഇമാം ഷാഫി എന്ത് ചെയ്തു? ഇമാം മാലിക് എന്ത് ചെയ്തു? ഇമാം അഹ്മദ് എന്ത് ചെയ്തു? റഹിമഹുമുല്ലാ, അവരാരും ഒന്നും ചെയ്തിട്ടില്ല. എങ്കിൽ ഈ ആയത്തിൽ നിന്ന് അവരാരും അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം. അതിനർത്ഥം നബിയും സഹാബത്തും ശുക്ർ ചെയ്തിട്ടില്ല, ഇപ്പൊ നമുക്ക് ആ ശുക്ർ ചെയ്യാൻ മനസ്സിലായത് എന്നാണോ? അല്ലല്ലോ. നബി തങ്ങൾ ശുക്ർ ചെയ്തിട്ടുണ്ട്. നബി തങ്ങൾ സ്വന്തത്തിന്റെ വിഷയത്തിലും ശുക്ർ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാ? അള്ളാഹു എന്താണോ പഠിപ്പിച്ചത് അത് പ്രകാരം ദീർഘമായി സുജൂദിൽ കിടന്ന് നിസ്കരിക്കുമ്പോൾ ആയിഷ ബീവി ചോദിച്ചാൽ, എന്താ നബിയെ ഇങ്ങനെ നിങ്ങൾ പ്രയാസപ്പെടുന്നത്? എന്താ മറുപടി? ഞാൻ ശുക്റുള്ള ഒരു അടിമയാവണ്ടയോ, ശുക്റുള്ള നന്ദിയുള്ള ഒരു അടിമയാവണ്ടയോ എന്നാണ് ചോദ്യം. അതാണ് ശുക്ർ. ആ ശുക്ർ നമുക്ക് ചെയ്യാം. ഏത് റഹ്മത്തിനും അള്ളാഹും റസൂലും പഠിപ്പിച്ച തത്വം അംഗീകരിച്ചുകൊണ്ടുള്ള ശുക്റുകൾ അത് ആ രൂപത്തിലെല്ലാം ആകാം. അതിൻ്റെ പേരിൽ മതത്തിൽ ഒരു പുതിയ കാര്യം കൊണ്ടുവരിക എന്ന് ന്യായമല്ല. ഇവിടെ അതാണ് ചെയ്യുന്നത്. മതത്തിലേക്ക് പുതിയ കാര്യം കൊണ്ടുവന്നു. അതെന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, സുന്നത്താണെന്ന് പറഞ്ഞു. മാത്രമല്ല തിരുനബിയുടെ കാലം മുതൽ ഇന്നുവരെയും കണ്ണിമുറിയാതെ തുടർന്നു വരുന്ന സുന്നത്താണ് എന്നാണ് എഴുതി വെച്ചത്. അത് ശരിയല്ല, അത് വ്യാജമാണ്, അങ്ങനെ ഒന്നില്ല. അതേപോലെ 3 ആഘോഷങ്ങളാണ് ഉള്ളത്. ഒന്ന് ചെറിയ പെരുന്നാൾ, 2 ബലിപെരുന്നാൾ, മൂന്നാമത്തത് ഈദ് മിലാദ് റസൂലില്ല. അത് ശരിയല്ല. അതുപോലെ ബലിപെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് എന്നും എഴുതി വെച്ചു. അതും ശരിയല്ല. ഇനി ഒരു പടി കൂടി കടന്നുകൊണ്ട് തിരുനബിയുടെ ജന്മനാളിന്റെ രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിനേക്കാൾ ഉത്കൃഷ്ടമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. തിരുനബിയുടെ ജന്മ ദിവസത്തിന്റെ രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിനേക്കാളും ഉത്കൃഷ്ടം എന്നുവരെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിലേക്കടക്കം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എങ്കിൽ അത് മതത്തിൽ അധികമായി കൂട്ടിച്ചേർക്കലാണ്. അത് മതത്തിൽ സ്ഥിരപ്പെട്ട കാര്യമല്ല. അങ്ങനെ മതത്തെ കൂട്ടിച്ചേർക്കപ്പെടുന്നുവെങ്കിൽ അതിന് ഭക്ഷണം കൊടുക്കുന്ന ആയത്തും ദിക്ർ ചൊല്ലാനുള്ള ഹദീസും അതൊന്നും തെളിവായി സ്വീകരിക്കാവതല്ല എന്നാണ് സൂചിപ്പിച്ചത്. ശരി, ഇനി ഒപ്പം വന്ന രണ്ടാമത്തെ ആൾ ചോദിച്ചു. വലിയ സന്തോഷമാണ് ഇത് എണീച്ചിരിക്കുമ്പോൾ തന്നെ. സുഹൃത്തിന്റെ ചോദ്യത്തിന് മൗലവി മറുപടി പറയാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ആ സുഹൃത്തിന്റെ ചോദ്യം കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന 2 ചോദ്യം ചോദിക്കാം. മൗലവി ഇഷ്ടം നിങ്ങൾ തീരുമാനിക്കേണ്ടത്. അയാൾ സ്വയം പിന്നിക്ക് പോയതല്ലേ, ഞാൻ അയാൾ മാറാൻ വേണ്ടിട്ടില്ലല്ലോ. 2ാമത് ക്ലിപ്പിടേണ്ടി വരും. മൗലവി എണീച്ച് പോകാൻ പറഞ്ഞത് അയാളോടോ? മൗലവി പിള്ളറിനാലോ ഇപ്പൊ തെളിയിക്കും ക്ലിപ്പിട്ടാൽ. എണീറ്റ് പോകുമ്പോലെ ഞാനോ ഇവിടെ ആരെയുള്ള പറയട്ടെ? എണീച്ചോടി നിങ്ങൾ പറഞ്ഞു ഇപ്പൊ തെളിയിക്കും. നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ പറയാൻ ചോദിച്ചോട്ടെ. അടുത്ത കള്ള ചോദ്യം ഉണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ മാന്യമായി ചോദിക്കണം. മനുഷ്യന്മാർ വേണ്ടി ചോദിച്ചോളൂ. മൗലവി പറഞ്ഞത് എന്റെ സുഹൃത്ത് വ്യക്തമായി പറഞ്ഞു, റഹ്മത്തുല്ലിൽ ആലമീൻ, ഏറ്റവും വലിയ റഹ്മത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന സന്തോഷം, ആ തങ്ങളെ കൊണ്ടുള്ള സന്തോഷം, അതിൽ സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ ഏത് അള്ളാഹു തന്ന റഹ്മത്ത് കൊണ്ടാണ് സന്തോഷിക്കുക? നിങ്ങൾ ചിന്തിക്കണം. മന്ദിക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്ക് അറിയണം. നമ്മളെ വാദം സന്തോഷം കൊണ്ട് തെളിയിക്കാൻ കഴിയും. സന്തോഷം
ആ സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയും, അള്ളാഹു തന്ന നിഅമത്തിന് സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയും എന്നതാണ്. ആ വാദം തെളിയിക്കാൻ മൂജിബ ജുസിയ്യ മതി. നിങ്ങൾക്കറിയില്ലത്? ഈ സാധുക്കൾക്ക് എന്ത് ചോദ്യം ചോദിച്ചു ഇപ്പം അത്യാവശ്യം മനസ്സിലായി. സുഹൃത്തിന്റെ ചോദ്യം അത് വ്യക്തമാണ്, മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്റെ ചോദ്യം, നിങ്ങൾ പറയുന്ന റബീഉൽ അവ്വൽ മൗലിദ് നബിദിനം ബിദ്അത്താണെന്നൊക്കെ പറയാം. എന്നാൽ നിങ്ങളെ വലിയ മൗലവിയായ ഇ കെ മൗലവി, നിങ്ങളൊക്കെ അന്നത്തെ വലിയ നേതാവാണല്ലോ, മൂപ്പര് അൽ മുർഷിദ് മാസിക, മുജാഹിദിന്റെ അന്നത്തെ വലിയ മാസിക 1930 മെയ് മാസത്തിലെ മാസികയിൽ എഴുതുന്നു, റബീഉൽ അവ്വൽ മാസം ഇത് ആഗതമായിരിക്കുന്നു, അത് നമ്മെ ആഹ്ലാദിപ്പിക്കുന്നു, നാം സന്തോഷം കൊണ്ട് ചാഞ്ചാടുന്നു, നമ്മുടെ ഹൃദയം വികസിക്കുന്നു, ഓരോ മുസ്ലിമിന്റെയും മുഖകമലങ്ങളിൽ ഹർഷ ചിഹ്നങ്ങൾ കളിയാടുന്നു. ഈ അഭിപ്രായമുള്ള ആ മുജാഹിദ് മൗലി നേതാക്കന്മാരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ വിദേഹത്തുകാരാണോ? എന്താണ്? വിദേഹത്തുകാരല്ല. എൻ്റെ ബാക്കിയോട് വായിച്ചാൽ ക്ലിയറാവും. ഇന്നത്തെ ഫോട്ടോസിലല്ലേ? ഇതാണ് ഒറിജിനൽ സാധനം. ഇതാണ് അൽ മുർഷിദ്. ഫുള്ളായിട്ട് കേട്ടോളി. ഇനി പിന്നെ മടക്കാൻ പറയണ്ട, സ്വസ്ഥമായി ഇത് കേൾക്കാൻ ഇപ്പം ചെറിയ പ്രതീക്ഷ ഉണ്ട്. അദ്ദേഹം വളരെ വിശദമായി എന്താണ് ഈ നബിദിനാഘോഷമെന്നും ഇസ്ലാമിക മാനം എന്താണ് എന്നും ചെയ്യേണ്ടത് എന്താണ് എന്നും ഒക്കെ വിശദമായി പറയുന്നുണ്ട്. ഒരു ലേഖനത്തിൻ്റെ ആമുഖമാണ് സാധാരണ മുസ്ലിയാക്കന്മാർ അത് കട്ട് പേസ്റ്റ് അടിച്ച് കൊടുക്കാറുള്ളത്. അതിലാണ് നിങ്ങൾ പറഞ്ഞ ഭാഗമൊക്കെ ഉള്ളത്. ഞാൻ ആ ലേഖനത്തിൻ്റെ പ്രസക്തമായ കുറച്ച് ഭാഗം, കുറച്ച് അധികം ഉണ്ടെന്നാലും വായിക്കും. നിങ്ങൾ ചാൻസ് പിന്നെ കിട്ടിക്കൊള്ളില്ലല്ലോ. ഈ ലേഖനം ഫുള്ളായിട്ടല്ലെങ്കിലും അതിലെ പ്രസക്തമായ കുറച്ചുകൂടെ ഭാഗം നിങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതും കൂടി വായിച്ചു തരാം. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആവും. എന്താണ് അൽ മുർഷിദ് വന്നത് എന്നും എങ്ങനെയാണ് വന്നത് എന്നും എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നും ഒക്കെ ഇൻഷാ അല്ലാഹ് ഇതിന് കൃത്യമായി കിട്ടും. തഅബിയത്തുൽ മുസ്ലിമീൻ ലിസ്തിഖ്ബാൽ റബീഉൽ അവ്വൽ, അതാണ് ഒരു ലേഖനത്തിൻ്റെ പേര്. മൊത്തത്തിൽ 5 or 6 ലേഖനം അവിഷയമായി വന്നിട്ടുണ്ട് അൽ മുർഷിദ് മാസികയിൽ. അതേപോലെ അൽ ഇർഷാദിലും ഉണ്ട്. അതിൽ റബീഉൽ അവ്വൽ മാസമായി ബന്ധപ്പെട്ട് വന്ന ഫസ്റ്റ് ഭാഗം, അന്ന് മുസ്ലിങ്ങൾ സന്തോഷിക്കുന്നുവെന്നും മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നുവെന്നും ഒക്കെ ശരിയാണ്. മുസ്ലിങ്ങൾ സന്തോഷിക്കുന്നുണ്ട്, ആഘോഷിക്കുന്നുണ്ട്, അത് തർക്കമില്ലല്ലോ. എന്നിട്ട് എന്താണ് ഇതിലുള്ളത്, എങ്ങനെയാണ് വേണ്ടത് എന്നാണ് ശേഷം വരുന്നത്. എന്നിട്ട് നബി തങ്ങൾ കൊണ്ടുവന്ന ചില ആ നാട്ടിലുണ്ടാക്കിയ മാറ്റങ്ങൾ, അന്നത്തെ മക്കയിലെ അവസ്ഥകൾ, അവിടെ പ്രവാചകം വന്നപ്പോൾ വന്ന പരിഷ്കാരങ്ങൾ, അതൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പറയാം ഇനി എങ്ങനെയാണ് മൗലിദ് വേണ്ടത്, എങ്ങനെ മൗലിദ് ആഘോഷിക്കണം, ആ ഭാഗങ്ങൾ കേൾക്കണം. മൗലിദിൽ എന്ത് വേണം, എങ്ങനെ വേണം. ഈ മജ്ലിസിൽ മൗലിദ് സദസ്സിൽ ദീനിയായ സ്വഹീഹായ ദീനറിയുന്ന ആലിമുകൾ ധാരാളം കൂടിയിരിക്കണം. സ്വഹീഹായ ദീനറിയുന്ന ആലിമുകൾ കൂടിയിരിക്കണം. അവരുടെ ഉപദേശങ്ങൾ മുറക്കി നടക്കണം. മുസ്ലിങ്ങളിൽ ദീനിയായ ചൈതന്യം അനുകരിപ്പിക്കണം. അന്ധവിശ്വാസങ്ങളും കള്ളങ്ങളും ഉൾക്കൊണ്ട യാതൊന്നും അവർ പറയുകയില്ല. കള്ളക്കഥകളും അടിയുറപ്പില്ലാത്ത റിവായത്തുകളും അവർ ആ ബഹുമാന സദസ്സിൽ പറയുകയില്ല. ശരിയായ ആലിമുൽ ഹക്കിനറിയാം നബിയെപ്പറ്റി കളവ് പറയുന്നത് മൂബിഖാത്തിൽപ്പെട്ടതാണെന്ന്, ദീനിൽ അടിയുറപ്പില്ലാത്തത് പറയൽ തെറ്റാണെന്ന്, ലഈഫ് സ്വഹീഹാണെന്ന് പറയൽ കുറ്റകരമാണെന്ന്, ആഖിറത്തിലേക്ക് വഴികാട്ടുന്ന സ്വാലിഹായ ആലിമ് ജനങ്ങളെ പിഴപ്പിക്കയില്ല. ലഈഫ് സ്വഹീഹാണെന്ന് പറഞ്ഞ് തെറ്റിക്കയില്ല, ഇല്ലാത്തത് ഉള്ളതാണെന്ന് പറഞ്ഞ് ചതിക്കയില്ല. തങ്ങൾക്കറിയാത്തത് അറിഞ്ഞുകൂടെന്ന് പറയും, അറിഞ്ഞത് അറിഞ്ഞ പ്രകാരം പറയും. അതിനാൽ അത്തരം സ്വാലിഹായ മുത്തഖിയായ ആലിമായിരിക്കണം മജ്ലിസുൽ മൗലിദ് നടത്തേണ്ടത്, അവരാണ് നടത്തേണ്ടത്. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയുന്ന വാക്കുകളെല്ലാം പ്രമാണപ്പെട്ട കിതാബുകളിൽ ഉള്ളതായിരിക്കും. കള്ളക്കഥകളും വ്യാജ പ്രസ്താവനകളും നിറഞ്ഞ കിതാബുകളെ പാടെ ത്യജിക്കും. ഗ്രന്ഥകാരൻ ആരാണെന്ന് തെളിയാത്ത കിതാബ് പ്രത്യേകവും ത്യാജമാണ്. ഇസ്ലാം മതം സത്യത്തിന്മേൽ ഉറപ്പിച്ചുള്ളതാകയാൽ ദീനിയായ ആലിം ഫത്വകൾക്കും ചോദ്യങ്ങൾക്കും തുറന്ന മനസ്സോടെ യഥാർത്ഥം വെളിപ്പെടുത്തും. യാതൊന്നിനും അവർ കൃത്രിമം പ്രകടിപ്പിക്കുകയില്ല. സ്വഹീഹല്ലാത്തൊരു ഹദീസ് അല്ലെങ്കിൽ ഒരു സംഭവം തങ്ങളുടെ മുമ്പാകെ പ്രസ്താവിക്കുന്നത് കേട്ടാൽ മൗനം ദീക്ഷിക്കയില്ല എന്ന് പറഞ്ഞ് അവർക്കുണ്ടാകണം മര്യാദ പറയുന്നു. എന്നിട്ട് ഇനി നമ്മുടെ മൗലിദ് സദസ്സ് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മൗലിദ് സദസ്സ് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെ പരിഷ്കരിക്കണം കേട്ടോളി. സംഭവ ബഹുലങ്ങളാൽ നിബിഡ കൃത്യമായ നബി ചരിത്രം ഉണ്ടായിരിക്കെ യാതൊരടിയുമില്ലാത്ത കള്ളക്കഥകളും കള്ളരിവായത്തുകളും പ്രചരിപ്പിക്കുവാൻ നമ്മുടെ ആലിമുകൾ തുനിയുന്നത് ഒട്ടും ശരിയല്ല. ഇന്ന് നാം സ്വീകരിച്ചിരിക്കുന്ന മൗലിദ് കിതാബിൽ സ്വഹീഹായ യാതൊന്നും തന്നെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയാണെന്ന് ഒരു പക്ഷേ പലരും തെറ്റിദ്ധരിച്ചേക്കും.
ഈ തെറ്റിദ്ധാരണക്ക് കാരണം നമ്മുടെ ഉലമാഇന്റെ മൗനാനുവാദമാകുന്നു. കേൾക്കുന്നില്ല? മറുപടി കേൾക്കുന്നില്ല? നമ്മുടെ ഉലമാഇന്റെ മൗനാനുവാദമാകുന്നു. അവർ സ്വഹീഹായ പ്രസ്താവന അടങ്ങിയിട്ടുള്ള കിതാബ് ആണ് തയ്യാറാക്കി കൊടുക്കേണ്ടിയിരുന്നത്. അതവർ ചെയ്തില്ല. ലഈഫും മൗലൂഅത്തും തെര്യപ്പെടുത്തി കൊടുക്കേണ്ടിയിരുന്നു. അതും അവർ ചെയ്തില്ല. ഇത്തരക്കാരാണോ മുസ്ലിം സമുദായത്തെ സ്വർഗത്തിലേക്ക് തെളിക്കുന്നത്? ഇവർ സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാണ് മുസ്ലിങ്ങൾ നയിക്കുന്നത് എന്ന ആശങ്കയ്ക്ക് ഇവിടെ ഇടമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ആ മൗലിദ് ഓതുന്നവരെ പറ്റി ഈ ആയത്ത് എന്ത് സൂചിപ്പിക്കുന്നുവെന്ന് നോക്കുക. വതഖൂദുന ബിഅഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ വതഹ്സബൂനഹു ഹയ്യന വഹുവ ഇൻദല്ലാഹി അളീം. വിവരമായി അറിഞ്ഞിട്ടില്ലാത്ത ചിലത് നിങ്ങൾ വായ കൊണ്ട് പറഞ്ഞു വിടുന്നു, എന്നിട്ട് അതെല്ലാം നിസ്സാരമാണെന്ന് ധരിക്കുകയും ചെയ്യുന്നു. അതാവട്ടെ അള്ളാഹുവിൻ്റെ പക്കൽ ഭയങ്കരമായതാകുന്നു എന്ന് പറഞ്ഞ് ഇന്ന് പണ്ഡിതന്മാർ ചെയ്യുന്ന ആ രീതി ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നു. ശേഷം ആ പണ്ഡിതന്മാർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് അദ്ദേഹം പറയാം. ഇന്ന് വായിലീങ്ങളാണ് ഈ നിലക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കുകയും ആ സ്വാധീനം കാരണമായി ഇത്തരം ഒരുപാട് കാര്യങ്ങൾ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ വായിലീങ്ങൾ പ്രായേണ മുഹദ്ദിസുകളുടെ വേഷത്തിൽ രംഗപ്രവേശം ചെയ്യാറുണ്ട്. അത് കണ്ടപ്പോൾ ദീന് മറഞ്ഞു പോകുമോ എന്ന ഭയം മതസംരക്ഷകന്മാർ ഉളവായി. അപ്പോൾ മുഹദ്ദിസ് അവരുടെ വഞ്ചനയെയും കള്ളത്തരയും വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ തയ്യാറാക്കി എന്ന് പറഞ്ഞ് മുൻകാലത്തുണ്ടായ രംഗങ്ങൾ എന്നിട്ട് പറയാം. എന്നാൽ ഒരു സംഭവം വിവരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചില കള്ളഭാഗങ്ങളും ഉൾക്കൊണ്ടിരിക്കും എന്ന അർത്ഥത്തിലാകുന്നു. എന്നിട്ട് മങ്കൂസിൽ ഉള്ള ആദം നബിയുടെ തവസ്സുല്, നൂഹ് നബിയുടെ ഇസ്തിഗാസ, ആമിന നബി മലക്കുകളെ കണ്ടത്, അമ്പിയാക്കന്മാർ കടന്നു ചെന്നത്, പേരിടുവാൻ കൽപ്പിച്ചത്, കുന്തു നൂറൻ എന്ന ഹദീസ്, ഇതെല്ലാം ദഈഫാകുന്നു. ചിലത് മൗദൂ ആകുന്നു. കഅബുൽ അഹ്ബാൻ ഹദീസ് മൗദൂ ആകുന്നു. വറുവിയ അന്ന ആമിന റഅത്ത് എന്ന റിവായത്ത് മൗദൂ ആകുന്നു. ഫാരിസത്തി കെട്ടവിവരം മൗദൂ ആകുന്നു. യഹ്യ ഇബ്നു ഉർവത്തിന്റെ പ്രസ്താവന ദഈഫാകുന്നു. ഉസ്മാൻ ഇബ്നു ഹുവൈസിന്റെയും അങ്ങനെ തന്നെ. ഇബ്നു ഇസ്ഹാഖിന്റെ പ്രസ്താവന ദഈഫാകുന്നു എന്ന് പറഞ്ഞ് മങ്കൂസിലെ ഓരോന്നും അദ്ദേഹം എടുക്കുകയാണ്. എന്നിട്ട് മങ്കൂസ് ഓതുന്നത് കള്ളങ്ങൾ ഉരുവിടലാണ്, അത് ആലിമുകൾ ചെയ്യുന്നത് മഹാപാപമാണ്. മങ്കൂസ് മൊഴി ഓതുന്നത് കള്ളങ്ങൾ ഉരുവിടലാണ്, അത് ആലിമുകൾ ചെയ്യുന്നത് മഹാപാപമാണ് എന്നവർ അറിയാതെ ചെയ്തു പോയതാണെങ്കിൽ ഞങ്ങൾ ആ വിഷയത്തിൽ ആലിം അല്ലായിരുന്നു എന്ന് അവർ ജനങ്ങൾ തെര്യപ്പെടുത്തണം. ഇനി നമുക്ക് മേൽ പ്രസ്താവിച്ച വിഷയങ്ങൾ സംബന്ധിച്ച് തന്നെ ഒന്നുകൂടി കുലങ്കഷമായി പരിശോധിക്കാം എന്ന് പറഞ്ഞ് ആ സംഭവങ്ങളെപ്പറ്റി അവ ബുഖാരിയിലോ മുസ്ലിമിലോ ഉണ്ടോ? ഇല്ല. മറ്റു സിഹായികളിൽ ഉണ്ടോ? അതിലുമില്ല. ചില ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് ദഈഫുമാകുന്നു. അവകളിൽ സ്വഹീഹാണെന്ന് പറഞ്ഞ യാതൊരു ഹദീസും സിഹാഹിൽ കാണുവാൻ സാധിച്ചിട്ടില്ല. അവകളിൽ കാണിച്ച ദഈഫായ അഥവാ മൗദൂആയ റിവായത്തുകൾ മിക്കതും ദലായിലുൻ നുബുവ, ഖസായിസുൻ നുബുവ, കിതാബ് ഇബ്നു അസാക്കിർ, കൻസുൽ ഉമ്മാൻ മുതലായ കിതാബിലുള്ളതാണ് എന്ന് പറഞ്ഞ് അത് ശരിയല്ലെന്ന് പറയുന്നു. എന്നിട്ട് ഓരോ കഥയും പറയുന്നു. അവസാനം ഈ ഹദീസുകളിൽ വന്ന കളവുകൾ മറിച്ചും മുറിച്ചും തിരിച്ചും പിരിച്ചും പല വിധത്തിൽ പല മൗലിദുകളിലായി കാണാം. ഈ കള്ളക്കഥയിൽ എല്ലാത്തിലുള്ളത് അത് പല കോലത്തിൽ തിരിച്ചും മറിച്ചും പിരിച്ചുമൊക്കെയായി പല രൂപത്തിൽ പല മൗലിദുകളിൽ കാണാം. എല്ലാത്തിൻ്റെയും അടി ഒന്ന് തന്നെ. ഇനി വല്ലവരും സ്വഹീഹായ വല്ല റിവായത്തും കണ്ടിട്ടുണ്ടെങ്കിൽ പത്രാധിപരെ അറിയിക്കുക. അപ്പൊ എന്ന് പറഞ്ഞ് ഈ മൗലിദ് സദസ്സ് നടക്കണമൊക്കെ റസൂലുള്ളാഹിനെ പറ്റി കളവ് പറയലാണ്. ശരിയല്ല, അത് പരിഷ്കരിക്കണം. എന്താ പരിഷ്കരിക്കേണ്ടത്? അതും അൽ മുർഷിദ് തന്നെ പഠിപ്പിച്ചു. അവർ മജ്ലിസുൽ മൗലിദ് എന്ന് പേരിട്ടു. എന്നിട്ട് അതിന് നബിയുടെ ശരിയായ ചരിത്രം പഠിപ്പിച്ചു, നബിയെ പിൻപറ്റേണ്ട ആവശ്യകത പഠിപ്പിച്ചു. ഇങ്ങനെയാണോ റബീഉൽ അവ്വൽ കൊണ്ടാടേണ്ടത്, ഇങ്ങനെയാണോ നബിക്ക് നേരെയുള്ള ബഹുമാനത്തെ നാം പ്രദർശിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അത് വിശദമായി അൽ മുർഷിദ് തന്നെ പറയുന്നു. ഇങ്ങനെയല്ല ആഘോഷിക്കേണ്ടത്. പിന്നെന്താണ്? ഇന്നലെ ആയത്ത് കൊടുക്കുന്നു, കുൽ ഇൻ കുന്തും തുഹിബ്ബുനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ റസൂലിനെ പിൻപറ്റണം, അതാണ് സ്നേഹത്തിലുള്ള വഴി എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ പിൻപറ്റുകയും നബിയുടെ ചര്യ മാതൃകയാക്കുകയും അത് പിന്തുടരുകയും ചെയ്യലാണ് ശരിയായ പ്രവാചക സ്നേഹം. അത് സമൂഹത്തെ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാൻ അന്ന് അവർ ഒരു വേദിയുണ്ടാക്കി. അതിനവർ മജ്ലിസുൽ മൗലിദ് എന്ന് പേരിട്ടു. എന്നിട്ട് അവർ വെച്ച് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, ഇത് ശരിയല്ല എന്ന്. അതാണ് ഉണ്ടായത്. ഇനി അതിനപ്പുറത്ത് ഒരു ചെയ്തു വിചാരിക്കാം. അതാണോ ഇതിന് തെളിവ്? അവരാര് ചെയ്തു? ലോകത്ത് ആര് ചെയ്താലും ശരി ഖുർആനും സുന്നത്തുമാണല്ലോ മുസ്ലിമീങ്ങളുടെ പ്രമാണം. അതിനപ്പുറം ആര് ചെയ്താലും ആര് ചെയ്തില്ലെങ്കിലും ശരി അത് ദീനാവുക ഇല്ല.
അവർ ചെയ്ത് ഇതാണ്, ഇനി അതിനപ്പുറം ചെയ്തു വിചാരിക്കാം, അത് ദീനാവുക ഇല്ല, ദീനിൽ അത് തെളിവുമില്ല. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും നേരത്തെ പറഞ്ഞത് ഒഴിവായി പോകാൻ സാധ്യമല്ല. ഇവിടെ വിഷയം എന്താ? ഇത് സുന്നത്താണ് എന്ന് എഴുതുന്നു. എന്താ അതിലേക്ക് വരാത്തത്? ഇത് സുന്നത്താണ് എന്നെഴുതുന്നു. നബി തങ്ങളുടെ കാലം മുതൽ ഇതുവരെയും കണ്ടോ, നബിയുടെ കാലഘട്ടം മുതൽ കണ്ണിമുറിയാതെ നടന്നു വരുന്ന സുന്നത്ത്, അത് മതത്തിന്റെ പേരിൽ ഇല്ലാത്തത് പറഞ്ഞതാണ്. അത് നമ്മൾ പറയുന്നത്. 3 ആഘോഷമാണുള്ളത്: ചെറിയ പെരുന്നാൾ, ബലി പെരുന്നാൾ, ഈദ് മിലാദ് റസൂലില്ല. ഇത് ശരിയല്ല. അതാ ഞങ്ങൾ പറഞ്ഞത്. ഇത് പ്രവാചകർക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല, താബിഉകൾക്ക് പരിചയമില്ല, താബിൾക്ക് പരിചയമില്ല, ഷാഫി ഇമാമിന് പരിചയമില്ല, അബൂ ഹനീഫ ഇമാമിന് പരിചയമില്ല, മാലിക് ഇമാമിന് പരിചയമില്ല, ഇമാം അഹ്മദിന് പരിചയമില്ല. ആ നിലക്കുള്ള അഹ്ലുസുന്നയുടെ ആധികാരികരായ ഇമാമുമാർ, പണ്ഡിതന്മാർ, അവർക്കാർക്കും ഇത് പരിചയമില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് ഇനി അത് പറ്റുന്ന ആര് പറഞ്ഞു, ഏത് കിതാബിൽ വന്നു, ആരൊക്കെ കൊണ്ടുനടന്നു, ഇനി മുജാഹിദീങ്ങൾ ഒന്നിച്ച് ഐക്യപ്പെട്ടിട്ട് ഇനി അടുത്ത കൊല്ലം മൗലിദ് തുടങ്ങിയിരിക്കാം, വലിയ കാര്യമുണ്ടോ? അതുകൊണ്ടും പ്രയോജനമില്ല. അതുകൊണ്ട് സുന്നത്തായി മാറും? അതൊന്നും ഉണ്ടാവില്ല. അതൊന്നും ദീനിൽ തെളിവായി മാറുകയില്ല. ദീനിൽ തെളിവാകണമെങ്കിൽ ഖുർആന് വേണം, ഹദീസ് വേണം, പ്രവാചക മാതൃകയുടെ പിൻബലമുണ്ടാകണം. അതില്ലാത്ത കാലത്തോളം ഒരു കാര്യം മതമായി സ്വീകരിക്കപ്പെടാവതല്ല എന്നാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ആ മൗലിദില് കളവുകൾ വന്നു എന്നതാണ് പ്രശ്നം. അല്ലാതെ നല്ല രീതിയിൽ സ്വഹീഹായ റിവായത്തോടു കൂടിയുള്ള മൗലിദ് ജല്ല് കുഴപ്പമില്ല എന്നാണ് മൗലവിയുടെ വാക്കിന്റെ മഫ്ഹൂൽ മുഖാലഫ. അല്ല മൗലവി? ആ മൗലിദിൽ കളവ് ആയ റിവായത്തുണ്ട്, മൗളു ആയ റിവായത്തുണ്ട്, അല്ലേ, ദഈഫായ ഹദീസാണ് എന്നതാണ് ആ മൗലിദ് കുഴപ്പമെന്ന് നിങ്ങളുടെ അൽ മുർഷിദ് മാസിക. അല്ലാത്ത മൗലിദ് അതും കുഴപ്പമുണ്ട് പറഞ്ഞു. അല്ലാത്തും കുഴപ്പം. അതിനെ ബാക്കി പറഞ്ഞത്, അതാ ബാക്കി വായിച്ചത്. ഇങ്ങനെയാണോ നബിദിനം കൊണ്ടാടേണ്ടത്? എങ്ങനെയാണോ ഈ പറഞ്ഞതുപോലെ? പിന്നെ എന്ത് വേണം? അതാ അപ്പം വർത്തമാനം പറഞ്ഞു. ആ ഭാഗം ഞാൻ പറഞ്ഞപ്പോൾ വർത്തമാനം പറഞ്ഞു. അവിടെ എന്താ പറഞ്ഞത്? ഇങ്ങനെയാണോ കൊണ്ടാടേണ്ടത്? നബിയോട് നമുക്കുള്ള സ്നേഹത്തെ ഇങ്ങനെയാണോ പ്രദർശിപ്പിക്കേണ്ടത്? അല്ല. എന്നിട്ട് പറയുന്നത് എന്ത് പറയുന്നു? എന്നിട്ട് അല്ലാഹു തആല പറയുന്നു എന്ന് പറഞ്ഞ് ഖുൽ ഇൻ കുൻതും തുഹിബ്ബുനല്ലാഹ്, അത് ഞങ്ങൾ കൊടുത്തോളാം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബുനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് എന്ന ആയത്തും കൊടുത്തു. അതാണ് അൽ മുർഷിദ് പറഞ്ഞത്. അതും കേൾക്കുന്നില്ല. നിങ്ങൾ ചോദ്യം ചോദിക്കാം, അത് മനസ്സിലാവൂല. അത് മനസ്സിലായ കഴിഞ്ഞില്ലേ? അത് മനസ്സിലായാൽ പൊളിഞ്ഞു. അതേ അൽ മുർഷിദാണ് എന്ത് പറഞ്ഞത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബുനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുവീൻ, എങ്കിൽ യുഹ്ബിബുക്കും, റബ്ബ് നിങ്ങളെ സ്നേഹിക്കും. അപ്പൊ നബിയെ പിൻപറ്റലാണ് ശരിയായ രീതി. അത് സമൂഹത്തെ പഠിപ്പിക്കണം, അതിന് മജ്ലിസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ഇപ്പോഴും നിങ്ങൾ കേൾക്കുന്നില്ല. നിങ്ങൾ മറുപടി ശ്രദ്ധിക്കും. എന്നിട്ട് പറയും, ഇത് കേട്ടിട്ട് പറയും. ആയിക്കോട്ടെ, അപ്പൊ ഇത് കേട്ടിട്ട് ബാക്കി പറയും. എത്ര ആയാലും നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ഇങ്ങനെ നിങ്ങൾ കേൾക്കുള്ളൂ, അല്ലാതെ നിങ്ങൾ കേൾക്കുന്നില്ലോ. അല്ലെ, ചോദ്യകർത്താവിന് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും, ഇവിടെ കൂടെ എല്ലാവർക്കും മനസ്സിലാവണ്ടേ? അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ കേൾക്കുക. ഇവിടെ കൂടെ എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാവണമല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്കൊരു പക്ഷെ എല്ലാം നേരത്തെ അറിയുമായിരിക്കും, നിങ്ങൾ അതിനു വേണ്ടി ഇഹ്റാം കെട്ടി വന്നതായിരിക്കും, അത് വിഷയമല്ല. പക്ഷെ കൂടെ മനുഷ്യന്മാർ ക്ലിയർ ആവണം. അതുകൊണ്ടാണ് പറയണത്. ഇവിടെ ശരിയായ പ്രവാചകന്റെ ചരിത്രം പഠിപ്പിക്കുകയാണ് വേണ്ടത്. അതാണ് ശരി. അത് എന്ന് പറയുകയും അതിന് ഒരു വേദി ഉണ്ടാക്കി അതിന് മജ്ലിസുൽ മൗലിദ് എന്ന് പേരിട്ടു. അതാണ് അവർ ചെയ്തത്. എന്നിട്ട് അതിന്റെ വിധി എന്ത്? അത് രണ്ടാമത്തെ ലേഖനത്തിന് ഹെഡിങ് എന്തറിയോ? ഇപ്പോഴും കേൾക്കുന്ന സുഹൃത്ത് മറുപടി കേൾക്കി. ഓ എന്ന കാര്യമുണ്ട്. മറുപടി കേൾക്കുക, അല്ലെങ്കിൽ പിന്നെ എന്തർത്ഥമുണ്ട്? നിങ്ങൾ ചോദ്യം ചോദിക്കുക, ബാക്കി സംസാരിക്കുക, അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ചോദിക്കുക. ഇതെന്തർത്ഥമുണ്ട്? അതിനർത്ഥമില്ല. ഒന്നുകിൽ മറുപടി ശ്രദ്ധിക്കുക. നിങ്ങൾ മറുപടി ശ്രദ്ധിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ചോദിച്ചോളൂ. ഇത് കഴിഞ്ഞിട്ട് ചോദിച്ചോളൂ. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ വല്ലതും പറഞ്ഞോ? ഏതായിരുന്നാലും ഇവിടെ അവർ ചെയ്ത അതാണ്. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണ് നബിയെ സ്നേഹിക്കേണ്ടത്, നബിയുടെ ശരിയായ ജീവചരിത്രം പഠിപ്പിക്കുകയാണ് വേണ്ടത്, നബിയെ പിൻപറ്റുകയാണ് വേണ്ടത്. ആയത്തും കൊടുത്തു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബുനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് എന്ന ആയത്ത് കൊടുത്ത് നബിയെ പിൻപറ്റുക വഴിയാണ് നബിയുടെ സ്നേഹത്തെ നമ്മൾ പ്രദർശിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു. അതാ പറഞ്ഞു. ഇനി അതിനപ്പുറമുണ്ടോ? അത് പ്രമാണമല്ല. അതിനപ്പുറം ആര് പറഞ്ഞാലും ശരി, നീ നബിദിനം ആഘോഷിക്കണം എന്ന് അൽ മുർഷിദിൽ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്.
അള്ളാഹു അക്ബർ, അള്ളാഹ് വലിയ തന്നെയാണ്, സംശയമില്ല. പക്ഷെ ഇങ്ങനെ പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ. പക്ഷെ അൽ മുർഷിദ് കാണാൻ കഴിയില്ല, അൽ മുർഷിദ് അത് കാണാൻ കഴിയില്ല. അതാണ് നിങ്ങൾ കേൾക്കി ഇളകല്ലേ, കേട്ടിട്ട് ലാസ്റ്റ് അത് തരും, അപ്പൊ കേട്ടോളി. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോ സ്വഹാബ കിറാമിനോ താബിഴികൾക്കോ തബഉ താബികൾക്കോ മദ്ഹബിന്റെ നാല് ഇമാമുമാർക്കോ പരിചയമില്ലാത്ത പിൽക്കാലത്ത് മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഒന്നാണ് ഈ നബിദിനാഘോഷം. അതാണ് അൽ മുസ്ലിം പഠിപ്പിച്ചത്. അൽ മുസ്ലിം പറഞ്ഞ രണ്ടാമത്തെ ലേഖനം എന്താ അറിയോ? താരീഖു മൗലിദിൻ നബിയ്യി വ ഹുക്മുഹു. അതാ ഹെഡിങ് തന്നെ, താരീഖു മൗലിദിൻ നബിയ്യി, നബിയുടെ ജന്മദിനാഘോഷത്തിന്റെ ചരിത്രം, വ ഹുക്മുഹു, അതിന്റെ വിധിയും എന്നിട്ട് അത് സ്ഥാപിക്കുന്നു. പ്രവാചകർക്ക് പരിചയമില്ല, സ്വഹാബത്തിന് പരിചയമില്ല എന്ന് സ്ഥാപിക്കുകയും മുനഫർ രാജാവ് തുടങ്ങി വെച്ച ആചാരമാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് പറഞ്ഞു, പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് വീക്ഷണം ഈ വിഷയത്തിലുണ്ട്. ചിലർ നല്ല ബിദഅത്താണെന്ന് പറയുന്നു, ചിലർ ദുഷിച്ച ബിദഅത്താണെന്ന് പറയുന്നു എന്ന് പറഞ്ഞ് നല്ല ബിദഅത്താണെന്ന് പറഞ്ഞവരാരെല്ലാം, ദുഷിച്ച ബിദഅത്ത് പറഞ്ഞവരാരെല്ലാം അത് രണ്ടും കൊടുക്കുന്നു. അതാണ് ഇ കെ മൗലവിയുടെ ലേഖനം. അല്ലാതെ ജന്മദിനം ആഘോഷിക്കണമെന്നും അത് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് എന്നും അതിന് ആയത്തുണ്ട് എന്നും അതിന് ഹദീസുണ്ട് എന്നും അത് സുന്നത്താണ് എന്നും അത് ബലിപെരുന്നാൾക്ക് അവിടെ ആഘോഷമാണ് എന്നൊന്നും അൽ മുർഷിദ് മാസികരില്ല. അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ മുസ്ലിം ഉമ്മത്തിനെ ആ നിലക്കാണ് പഠിപ്പിക്കുന്നത്. അത് എവിടുന്ന് കിട്ടി, അത് ന്യായമല്ല, അത് ശരിയല്ല എന്നാണ് വിശദീകരിച്ചത്. ശരി, നീ ചോദിച്ചോളി. മൗലവിയുടെ പ്രസംഗം കേൾക്കാൻ നമ്മ വന്നതല്ല, അത് വേണ്ടി വരും, കുറച്ച് കേൾക്കേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല, ഇല്ലെങ്കിൽ വരേണ്ട ആവശ്യമില്ല. ഇവിടെ ജനങ്ങൾക്ക് ഹക്ക് അറിയണം. ഒക്കെ അറിയാം. നിങ്ങളെ പ്രസംഗം കേൾക്കാൻ വന്നതല്ല, ഇവിടെ മുജാഹിദുകൾ വെച്ച വേദിയാണ്, അതുകൊണ്ട് കേൾക്കേണ്ടി വരും. മുഖാമുഖം എന്താ ചോദിച്ച മറുപടി ഉണ്ടാവില്ലേ? മറുപടി അരമണിക്കൂറാ? പിന്നെ ചിലപ്പോ 1 മണിക്കൂറാവും, 1 മണിക്കൂറാവും ചിലപ്പോ. മുജാഹിദുകൾ വെച്ചതാണെങ്കിൽ ചോദിക്കാനുള്ള അവസരം മറ്റുള്ളവർക്ക് കൊടുക്കരുത്. ഇതുവരെ ചോദിച്ചില്ലേ? ഒറ്റ മുജാഹിദ് ചോദിച്ചിട്ടില്ല. ഇല്ല, ഇപ്പൊ പറഞ്ഞല്ലോ, താങ്കൾ പറഞ്ഞല്ലോ സുഹൃത്തെ, ഇതുവരെ നിങ്ങളുടെ വേദിയാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കരുത് അതിന്. അല്ല, ഇതുവരെ നിങ്ങൾ മാത്രം ചോദ്യം ഉത്തരം എല്ലാം പറഞ്ഞ് ഒരു കൂട്ടം ആളുകളെ, ഈ ദേശത്തുള്ള ആളുകളെ, അവർക്ക് പ്രമാണമായി അറബി ഇബാറത്തുകൾ ഒട്ടും വശമില്ലാത്ത ആളുകളെ, അവർക്ക് വേണ്ടി എന്താണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? ഇവിടെ നിങ്ങളുടെ ആശയവും ആദർശവും മാത്രമാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ ഇതുവരെ ചോദിച്ചതൊക്കെ മുജാഹിദുകളല്ലോ, മുഴുവൻ സുന്നികളാണ്. ഒരു വിഭാഗത്തും പറഞ്ഞിട്ടില്ല, നിങ്ങൾ കേൾക്കുക. അദ്ദേഹം പറഞ്ഞ വിഷയം എന്നോടല്ല, അദ്ദേഹത്തോടാണ്. അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കണമെന്നല്ലേ. ഇതുവരെ ഞങ്ങൾ ആരും ഒരു വിഭാഗത്തും വായിച്ചിട്ടില്ല. ഇവിടെ വായിച്ച് പച്ച മലയാളത്തിൽ എഴുതിയ കാര്യമാണ്, ശുദ്ധ മലയാളത്തിൽ എഴുതിയ കാര്യമാണ്. 2 ഞാൻ വായിച്ചത്, ഒരു അറബിയും വായിച്ചിട്ടില്ല. ഇവിടെ ചോദിച്ചത് ആരും മുജാഹിദുകളല്ല. അതുകൊണ്ട് തന്നെ താങ്കൾ ആ ആശങ്കയ്ക്ക് അർത്ഥമില്ല എന്നാണ് പറഞ്ഞത്. അതേസമയം ചോദ്യമാകുമ്പോൾ ചിലപ്പോൾ ചോദ്യകർത്താവിന് ഒറ്റ മിനിറ്റ് കൊണ്ട് ഉത്തരം മനസ്സിലാവും, കൂടെ എല്ലാവർക്കും മനസ്സിലാകണമല്ലോ. മാത്രം ഇത് ബിദ്അത്താണ്, ദീന ഇല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുമ്പോഴാണല്ലോ അത് ഞങ്ങൾ ബാധ്യതയായി കാണുന്നു. അല്ലാതെ ഒരു കിസ് മത്സരമല്ലല്ലോ. കിസ് മത്സരമാണെങ്കിൽ ഓക്കെ, ഒരു ഒറ്റവാക്കി ചോദ്യം, ഒറ്റവാക്കി ഉത്തരം അങ്ങനെ പോകാം. ഇത് മുഖാമുഖമാണ്. അപ്പൊ കാര്യങ്ങൾ ചോദിക്കുന്നു, ആവശ്യമായ വിശദീകരണം നൽകും. ഉറപ്പല്ലേ? ഒരു ആയത്ത് ചോദിച്ചാൽ ആയത്തിന് വിശദീകരണം പറയേണ്ടി വരും, ഹദീസ് ചോദിച്ചാൽ അതിന് വിശദീകരണം പറയേണ്ടി വരും. പ്രവാചകർക്ക് പരിചയമില്ല, സ്വഹാബികൾക്ക് പരിചയമില്ല എന്ന് പറയേണ്ടി വരും. അല്ല, നബിക്കും സ്വഹാബത്തിന് പരിചയമുണ്ടോ? അവരെ പറഞ്ഞോട്ടെ, അവിടെ പറഞ്ഞോട്ടെ. പ്രവാചകർക്ക് പരിചയമുണ്ട്, സ്വഹാബികൾക്ക് പരിചയമുണ്ട്, താബികൾക്ക് പരിചയമുണ്ട് എന്നാണെങ്കിൽ അവർ പറഞ്ഞോട്ടെ. ഓല് മന്ദിക്കും മുസ്ലിഫിക്കും ഒക്കെ പഠിച്ചു വന്ന ആളുകളല്ലേ, ഞങ്ങൾക്ക് അതൊന്നും ഇൽമില്ലാത്തവരാണല്ലോ. ആയിക്കോട്ടെ, നിങ്ങൾ അത് പറഞ്ഞോളി. ആ ആവേശത്തിന് പകുതി മതി. ഇതാ നബി തങ്ങൾ റബീഉൽ അവ്വൽ ഇന്ന ആഘോഷം സംഘടിപ്പിച്ചു, സ്വഹാബ ഇന്ന ആഘോഷിച്ചു എന്ന് പറഞ്ഞാൽ ഖലാസ്, എല്ലാം കഴിഞ്ഞില്ലേ? ഈ തക്ബീർ ചൊല്ലുന്ന ആവേശത്തിന് പകുതി മതി. അതിനൊക്കെ അതുണ്ടെങ്കിൽ പറയും, അതാണ് ആവശ്യം. നീ ചോദിക്ക്, ഇനി ചോദ്യം ചോദിക്ക്. ഞാൻ ചോദിച്ചതിന് ഇതുവരെയായിട്ട് മറുപടി കിട്ടിയിട്ടില്ല. ഞാൻ വ്യക്തമായി ആ മാസികയുടെ ഇത് വായിച്ചതാണ്. നിങ്ങൾ പറഞ്ഞു ഹറാമായ റിവായത്തുകൾ, മൗദൂആയ റിവായത്തുകൾ. എന്റെ പൊന്നു മൗലവി, ഒത്തിരി ബുദ്ധിയുള്ളവർ ഈ കൂട്ടത്തിലില്ലേ? ഒന്ന് ചിന്തിച്ചുകൂടെ? ആ പരിപാടി തന്നെ ഹറാമാണെങ്കിൽ അങ്ങനെ ഒരു വിശദീകരണത്തിന് ആവശ്യമുണ്ടോ? ഇല്ല, ആവശ്യമില്ല. ആവശ്യമുണ്ടോ? ഹറാമായത് കൊണ്ടാണ് പറയേണ്ട ആവശ്യമുണ്ടോ? മൗലിദ് ഹറാമെന്ന് പറഞ്ഞാൽ പോരെ? എന്തേ പറഞ്ഞില്ല മുസ്ലിം മാസിക? നിങ്ങൾ പറയുന്നു ഇല്ലാ മില്ലത്തൻ വാഹിദ അല്ലേ? ആ ഇല്ലാ മില്ലത്തൻ വാഹിദ നിങ്ങളാണെന്ന് അല്ലെങ്കിൽ പറയാ? എല്ലാവരും വാദിക്കണം ഞങ്ങളാണ്, നമ്മൾ പറയും സുന്നികളാണ്, നിങ്ങൾ പറയുന്നത് നിങ്ങളാണ്. ഈ ഇല്ലാ മില്ലത്തൻ വാഹിദ എന്ന മില്ലത്തൻ വാഹിദ, സതഫ്തരിഖു ഉമ്മത്തി അൽ ഹദീസിലെ മില്ലത്തൻ വാഹിദ നിങ്ങളാണെന്ന് വാദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ അൽ മുർഷിദ് മാസികയിൽ തെറ്റു വന്നു എന്ന് നമ്മൾ സമ്മതിച്ചു അല്ലേ? അങ്ങനെയാണെങ്കിൽ
ആ സമയത്ത് ഈ ലോകത്ത് ഇസ്ലാം ഇല്ലേ? ഇല്ലാമില്ലത്തെ മാഹിദ് ഇല്ലേ? ഇല്ലാമില്ലത്തെ മാഹിദൊക്കെ പിഴവന്നു പോയോ? എന്താണ് മൗലവി? ചോദ്യം പറയും. ഇതന്നെ ചോദ്യത്തിന് മറുപടി. ആ ശരി, ആ പറഞ്ഞ ഇരിക്കെ മറുപടി കേൾക്കി. ഇല്ലാ മില്ലത്തം വാഹിദ, ശരിയാണ്. അല്ലം തേടുക്ക് വരുന്നുണ്ട്. ഒറ്റ മില്ലത്ത് മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗമായി മാറും. അതിൽ ഒന്നാണ് സ്വർഗത്തിലേക്ക്. അത് സംശയം, എല്ലാവരും അത് പറയുന്നു. അതിൽ ഏതാണ് ഒന്ന്? നിങ്ങൾ പറയണ്ട, നമുക്ക് എല്ലാവർക്കും ആ ഒന്നിക്ക് പോകണല്ലോ. നമുക്ക് എല്ലാവർക്കും ആ ഒന്നിലേക്ക് എത്തണം. ആ ഒന്ന് ഹദീസിന്റെ ബാക്കി എന്താ? മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബിമാരും ഏത് വഴിയാണോ സ്വീകരിച്ചത് ആ വഴി. അൽ മുർഷിദ് പറയുന്നു, നബിക്കും സ്വഹാബത്തും താബികൾക്കും ഇത് പരിചയമില്ല, ഇത് മുദഫർ രാജാവ് ഉണ്ടാക്കിയതാണ്. അൽ മുർഷിദ് പറഞ്ഞു, താരീഖു മൗലിദിൻ നബി വ ഹുക്മുഹു എന്ന ലേഖനം, അതേ ഇ കെ മൗലവി, അതേ അൽ മുർഷിദ്. ഇത് നബിക്ക് പരിചയമല്ല, സ്വഹാബിമാർക്ക് പരിചയമല്ല, താബികൾക്ക് പരിചയമല്ല, ഇത് മുദഫർ രാജാവ് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ പറയുന്നു ഇത് നബി തങ്ങളുടെ കാലം മുതൽ ഇതുവരെയും കണ്ണിമുറിയാതെ തുടർന്നു വന്ന സുന്നത്താണ്. ഇപ്പൊ തീരുമാനങ്ങൾ എളുപ്പമുണ്ട്, ഒരാശയ കുഴപ്പമില്ല. ഒറ്റ മില്ലത്തെ സ്വർഗത്തിലേക്കുള്ളൂ. ആ മില്ലത്ത് ഏതാ? മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബിമാരും ഏതു വഴിയിലാണോ ആ വഴി. നബിയുടെയും സ്വഹാബത്തിൻ്റെയും വഴികളിൽ നബിദിനാഘോഷമില്ലെന്ന് അൽ മുർഷിദും തർക്കല്ല, ഞങ്ങൾക്കും തർക്കല്ല, നിങ്ങൾക്കും തർക്കല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതല്ല, നബിയുടെയും സ്വഹാബത്തിൻ്റെയും മാതൃകയിൽ നബിദിനാഘോഷം ഉണ്ട് എന്നാണോ? ഓക്കെ, നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാം, നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാം, പിന്നെ വിരോധമല്ല, പിന്നെ തർക്കിക്കൂല. ഇനി അന്ന് തെറ്റുപറ്റിയെങ്കിൽ അന്ന് മില്ലത്തില്ല എന്നാണോ? അന്ന് തെറ്റുപറ്റിയാൽ മില്ലത്തും വാഹിദ ഇല്ല എന്നാണോ? അല്ല. മില്ലത്തും വാഹിദക്ക് ഒരു ജീവിതത്തിൽ എവിടെയും ഒരു മസലയും തെറ്റുപറ്റില്ല എന്നാണോ? എവിടെയും തെറ്റില്ല. അഹ്ലുസുന്നന്റെ ഒരൊറ്റ പണ്ഡിതന്മാർക്കും, അഹ്ലുസുന്നയുടെ ഒരു പണ്ഡിതന്മാർക്കും ഒരു വിഷയത്തിനും ഒരു അബദ്ധം പറ്റിയിട്ടില്ല എന്നാണോ? അങ്ങനെ ലോകത്താർക്കും വാദമുണ്ടോ? അഹ്ലുസുന്നക്ക് മൊത്തത്തിൽ തെറ്റില്ല എന്ന് പറയാം. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റില്ല എന്നുണ്ടോ? ആർക്കും ഇസ്മത്തില്ല, ആരും പാപസുരക്ഷ. ഇവിടെ തെറ്റുപറ്റിയിട്ടുണ്ടോ? അതുമില്ല. അതാ പറഞ്ഞത്, ഇവിടെ തെറ്റുപറ്റിയിട്ടില്ല. ഇവിടെ ഒരു ചെയ്തെന്താ? വേദി സംഘടിപ്പിച്ചു. എന്തിന്? ഇപ്പൊ ഇവിടെ വേദി സംഘടിപ്പിച്ചു എന്തിന്? ശരിയായ പ്രവാചക സ്നേഹം പഠിപ്പിക്കാൻ, ശരിയായ പ്രവാചക സ്നേഹം പഠിപ്പിക്കാൻ. ഇനിയിപ്പോ ഈ ബാനറും ഈ ബോർഡൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് 50 കൊല്ലം കഴിപ്പിച്ചു എന്തിന്? ശരിയായ പ്രവാചക സ്നേഹം പഠിപ്പിക്കാൻ, ശരിയായ പ്രവാചക സ്നേഹം പഠിപ്പിക്കാൻ. ഇനിയിപ്പോ ഈ ബാനറും ഈ ബോർഡൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് 50 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ വരികയാണ് അന്നത്തെ മുഖാമുഖ വേദിയിൽ. നിങ്ങളെ മുൻഗാമികളെ പണ്ട് റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ നബിദിനം എന്ന പേരിൽ പ്രത്യേക സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അന്ന് ഇതും കൊണ്ട് വന്നാൽ എന്തൊക്കെ അവസ്ഥ? ഒരു 50 കൊല്ലം അപ്പുറത്ത് നിങ്ങളൊക്കെ മക്കളോ പേരമക്കളോ ഞങ്ങളെ മക്കളോ പേരമക്കളോ ഇതുപോലെ സംഘടിപ്പിക്കുന്ന വേദിക്ക് വരിക. എന്നിട്ട് പറയാം, പണ്ട് നിങ്ങളെ പിതാക്കന്മാർ പൂർവികന്മാർ റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ അന്ന് പ്രത്യേക സമ്മേളനം പോലും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇത് കാണിച്ചു കൊടുത്താൽ എന്താണോ അതിന് മറുപടി പറയാ? ഇതെന്തിനാണ് സംഘടിപ്പിച്ചത്? എന്താണ് ശരിയായ പ്രവാചക സ്നേഹം എന്ന് പഠിപ്പിക്കാനാണ്. നമ്മളിന്ന് മുഖാമുഖം എന്ന് പേരിട്ടു, അവരന്ന് മജ്ലിസുൽ മൗലിദ് എന്ന് പേരിട്ടു. അതാണ് വ്യത്യാസം. നമ്മളിന്ന് മുഖാമുഖം എന്ന് പേരിട്ടു, അന്നവർ മജ്ലിസുൽ മൗലിദ് എന്ന് പേരിട്ടു. എന്നാൽ നബിയുടെ ശരിയായ ചരിത്രം പഠിപ്പിച്ചു കൊടുത്തു, നബിയെ സ്നേഹിക്കേണ്ട ആവശ്യകത പഠിപ്പിച്ചു കൊടുത്തു, നബിയെ പിൻപറ്റൽ എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ശരിയാണ്, അത് തർക്കമില്ല, അത് വിരോധമല്ല. അതപ്പോൾ ഞങ്ങളും ചെയ്തത്. ആദ്യം വിഷയവതരണം ഉണ്ടായി, പ്രവാചന മഹത്വം പഠിപ്പിച്ചു കൊടുത്തു, പ്രവാചകനെ സ്നേഹിക്കുന്ന ആവശ്യകത പഠിപ്പിച്ചു കൊടുത്തു, എങ്ങനെ സ്നേഹിക്കണം പറഞ്ഞു കൊടുത്തു. എന്നാൽ ഇത് ശരിയല്ല എന്നും പറഞ്ഞു. ഇതാണ് അവരും ചെയ്തത്. അത് ഞാൻ ഇനി അതിനപ്പുറമുണ്ടെങ്കിൽ അഥവാ ഇത് സുന്നത്താണ് എന്നും ഇത് ബലിപെരുന്നാൾക്കുള്ള ആഘോഷമാണ് എന്നും അൽ മുർഷിദിലുണ്ടോ? ഉണ്ടെങ്കിൽ തെറ്റന്നെയാണ്, പക്ഷെ അതിലില്ല. അതാ വ്യത്യാസം. അപ്പൊ അത് കൃത്യമായി നിങ്ങൾ കേൾക്കാത്തതുകൊണ്ടാണ്. ഏതായിരുന്നാലും ശരി, നമ്മളെ സംബന്ധിച്ച് തർക്കത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് പോകാം. ഞങ്ങൾ തീർത്തു പറയുന്നു, പ്രവാചകർക്ക് ഇത് പരിചയമില്ല, സ്വഹാബത്തിന് ഇത് പരിചയമില്ല, താബിഈകൾക്ക് ഇത് പരിചയമില്ല, 4 മദ്ഹബിന്റെ ഇമാമുമാർക്ക് ഇത് പരിചയമില്ല. അവർക്കാർക്കും പരിചയമില്ലാത്ത ഒന്ന് നബിയുടെ കാലം മുതൽ കണ്ണിമുറിയാതെ തുടർന്നു വന്ന സുന്നത്താണ് എന്ന് പറയാവതല്ല. അത് ഞങ്ങൾ മാത്രം പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു. വലാ യുൻഖൽ അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ അല്ലദീന ഹുമുൽ ഖുദ്വത്തു ഫിദ്ദീൻ അൽ മുതമസ്സികൂന ബിആസാരിൽ മുതഖദ്ദിമീൻ. മാതൃകാ യോഗ്യരായ കാൽപാദങ്ങളെ പിൻപറ്റേണ്ടുന്ന പണ്ഡിതന്മാരിൽ ഒരാളിൽ നിന്ന് പോലും ഈ അമൽ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ ആദ്യം 3 നൂറ്റാണ്ടുകൾ പ്രവാചകരും സ്വഹാബത്തും താബിഈകളും മദ്ഹബിന്റെ ഇമാമുമാരും അടക്കമുള്ള ആദ്യം 3 നൂറ്റാണ്ടുകൾ, 3 തലമുറകൾ
ആ 3 നൂറ്റാണ്ടിലെ ഒരൊറ്റ മുസ്ലിമിനും നബിദിനാഘോഷം എന്ന വിഷയത്തിൽ ഒരു പരിചയവുമില്ല. ആദ്യ 3 നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഒരൊറ്റ കിതാബിലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും കാണുക സാധ്യമല്ല. ആ കിതാബ് എല്ലാം നോക്കിയിട്ടും വായിച്ചിട്ടുമല്ല ഞങ്ങൾ ഈ പറയുന്നത്. പക്ഷെ ഇല്ലാന്ന് ഉറപ്പാ. ആദ്യ 3 നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ആയിരക്കണക്കായ ഗ്രന്ഥങ്ങളിൽ ഒരൊറ്റ കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന്, നിങ്ങൾ ഈ പറഞ്ഞ ആയത്തും ഈ പറഞ്ഞ റഹ്മത്തും ഈ ശുക്ർ കാണിക്കലും ഈ സന്തോഷവും അതൊക്കെ നമ്മളെക്കാൾ അവർക്കാണോ അറിയാം. എന്നിട്ട് അവിടെ ഒരൊറ്റ കിതാബിൽ അങ്ങനത്തെ പരാമർശം പോലും ഉണ്ടായില്ല. അതുകൊണ്ട് അത് മതത്തിൽ ബിദ്അത്താണ്. ഇനി അത് സുന്നത്താന്ന് ആര് പറഞ്ഞാലും സ്വീകാര്യമല്ല. ശരി, മൗലവിന്റെ പകുതി കാറ്റ് പോയിട്ടുണ്ട്. ഇനി ബാക്കി കാറ്റ് പോണ ഒരു ഇബാറത്ത് കൂടിയാണ്. ഉത്തമ ഗുരു മേൽ പറഞ്ഞ സംഗതികൾ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് മൗലിദിന്റെ മജ്ലിസ്. ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്സ് ഒരു പുണ്യ സദസ്സ് തന്നെയാണ്. അതിൽ സംബന്ധിക്കാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അൽ മുർഷിദ് മാസിക 1937 മെയ്. തീർന്നിട്ടില്ല. അപ്പോൾ ഈ 1930 തുടങ്ങിയ തെറ്റാണ് മൗലവി പറയാം. അൽ മുർഷിദ് മാസിക തെറ്റുപറ്റാം. എന്റെ മൗലവി നിങ്ങൾ എന്താ പറഞ്ഞത്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റാം. നിങ്ങൾ പറഞ്ഞില്ല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് തെറ്റുപറ്റില്ല. അതുപോലെ 1930 നിങ്ങളുടെ സ്വന്തം മാസികയിൽ വന്നിട്ട് തിരുത്താൻ ഒരു ആൺകുട്ടി കഴിഞ്ഞോ? 37 വരെ 1900 ചോദിക്കട്ടെ മൗലവി. 1930 ഇറങ്ങി പിന്നീട് മൗലിദ് സദസ്സ് ഗുണമാണെന്ന്. എന്തേ അന്ന് വരെ ഒരൊറ്റ മുജാഹിദിന് മൗലിക്ക് അക്കലുണ്ടായില്ലേ? ഒന്ന് ചിന്തിച്ചൂടെ മൗലവി? അന്ന് നിങ്ങളെ മൗലവിമാര് പറഞ്ഞതായത്. ഇതിനെന്താ പറഞ്ഞുള്ളത്? അൽ മുർഷിദ് മാസിക നിങ്ങൾ എത്ര വായിച്ചാലും അതിൽ പറഞ്ഞത് ഹറാമായ കാര്യങ്ങളുള്ള അല്ലെങ്കിൽ മൗദൂആയ ഹദീസുള്ള അങ്ങനെയുള്ള ഹദീസിന്റെ മജ്ലിസുള്ള മൗലിദ് പറ്റില്ല. അങ്ങനെയുള്ള റിവായത്തുള്ള മജ്ലിസ് പറ്റില്ല. അതിന്റെ മഫ്ഹൂൽ മുഖാലഫ് എന്താ? അല്ലാതെ സ്വഹീഹായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന്റെ സദസ്സ് പറ്റും എന്ന് അതിന്റെ മഫ്ഹൂൽ മുഖാലഫ് മാത്രമല്ല ഈ ഇബാറത്തോട് ഞാൻ വായിച്ചു. ഇനി മൗലവിക്ക് എന്താ പറയാനുള്ളത്? പ്രസംഗം വേണ്ട. പ്രസംഗം ഒരുപാട് കേട്ട് മറുപടി ഉണ്ടെങ്കിൽ പറയാം. ചുരുക്കി പറയണം. സമയമില്ല. 10 മണിയാ നിങ്ങൾ തന്നെ പറയും സമയമില്ല. നിങ്ങൾ 5 മിനിറ്റ് പറഞ്ഞ ചോദ്യം ചോദിച്ചല്ലോ, ഒരു 5 മിനിറ്റ് പറഞ്ഞൂടെ? ശരി. അപ്പോ മൗദൂആയ സംഭവമുള്ള മൗലിദ തെറ്റ് എന്നല്ല പറഞ്ഞത്. അതല്ല ഇതിലുള്ളത്. മൗദൂആയ സംഭവം ഉള്ളത് കൊണ്ടാണ് തെറ്റ് എന്നല്ല പറഞ്ഞത്. അങ്ങനെ ആകുമ്പോഴാണ് മഫ്ഹൂം മുഖാലഫ്. ഇത് ജഹ്ല് മുറക്കബ, മഫ്ഹൂം മുഖാലഫ് അല്ല. അപ്പൊ ഹറാം മൗദൂആയ സംഭവം ഉണ്ട് അതുകൊണ്ട് തെറ്റാണെന്നല്ല. ശ്രദ്ധിക്ക് മൗദൂആയ സംഭവമുണ്ട് അതുകൊണ്ട് തെറ്റാണ് എന്നല്ല പറഞ്ഞത്. പിന്നെ ഇതിന്റെ ഭാഗമായി ചൊല്ലുന്ന മൗലിദുകളെല്ലാം കള്ളക്കഥയാണ് എന്നാ പറഞ്ഞത്. അതിനർത്ഥം അല്ലാത്തുണ്ടെങ്കിൽ ചൊല്ലാന്നാണോ? അല്ലല്ലോ. അത് ശേഷം പറഞ്ഞു. അതല്ലേ നിങ്ങൾ കേൾക്കി, മറുപടി കേൾക്കി. എന്താ ഈ അളക്കം? കാസർഗോഡ് നിന്ന് വന്ന് മുതലാവണ്ടേ? ഏതായത് ഇവിടെ ഇതിന്റെ ഭാഗമായി ചൊല്ലുന്ന മൗലിദുകൾ കള്ളക്കഥകളാകുന്നു എന്ന് പറഞ്ഞു വെച്ച അതിനർത്ഥം എന്താണ്? കള്ളക്കഥ ഞാൻ മൗലിദ് സദസ്സ് ശരിയാണെന്നാണോ? എവിടുന്ന് കിട്ടി? അത് നിങ്ങളെ വ്യാഖ്യാനല്ലേ? അതിനാ ജഹ്ല് മുറക്കബ് എന്നറിയാം, അല്ല മഫ്ഹൂം മുഖാലഫ് അല്ല. ഏതായിരുന്നാലും ശരി, ഇവിടെ വ്യക്തമായി പറഞ്ഞു. ഈ കേൾക്കുന്ന എല്ലാ മനുഷ്യന്മാരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ തീർത്തപ്പോൾ 1930 അല്ല 37 ഇപ്പോഴും ആ അൽ മുർഷിദ് പല തിരുത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇനി വരൂല്ല. അതിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ. ഇവിടെ കൂടെ സാധാരണക്കാരായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾക്ക് ബോധ്യപ്പെട്ടു. ഇപ്പൊ ഞങ്ങൾ സദസ്സ് വെച്ചു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സദസ്സ് വെച്ചു. ഇതെന്താ സദസ്സ്? മുഖാമുഖം. എന്തിന്? നബിദിനം. കണ്ടോ, നബിദിനം എന്ന പോസ്റ്റർ. ഇത് സദസ്സ് വെച്ചു. ഈ സദസ്സിൽ പങ്കെടുക്കാൻ പറ്റിയവർ ഭാഗ്യവാന്മാർ തന്നെ. എന്താ സംശയമുള്ളത്? ഈ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാർ തന്നെ, ഒരു സംശയവും. അതല്ലേ ഉള്ളത്. അപ്പൊ അന്നൊരു സദസ്സ് വെച്ചു. അന്നത്തെ അവസ്ഥയിൽ അതിന് മജ്ലിസുൽ മൗലിദ് എന്ന് പേരിട്ടു. എന്നിട്ട് എല്ലാവരും വിളിച്ചുകൂട്ടി. അവരോട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയല്ല നബിദിനം ആഘോഷിക്കേണ്ടത്, ഇങ്ങനെയല്ല നബിയെ സ്നേഹിക്കേണ്ടത്, ഇങ്ങനെയല്ല നബിയോടുള്ള മഹബത്തിനെ പ്രദർശിപ്പിക്കേണ്ടത്. നേരെ മറിച്ച് നബിയുടെ ശരിയായ ചരിത്രം നമ്മൾ പഠിക്കണം, ആ നബിയെ പിൻപറ്റണം. അല്ലാഹ് പറയുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബുനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് എന്ന ആയത്ത് വെച്ച് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നു. അതാണ് അന്നുണ്ടായത്. അതിന് മജ്ലിസുൽ മൗലിദ് സദസ്സ് എന്നവർ പേരിട്ടു. അന്ന് അവരതാണ് ചെയ്തത്. ഇന്ന് നമ്മൾ ചെയ്തതല്ല. മുഖാമുഖമാണ്, സംവാദങ്ങളാണ്, ആദർശ വിശദീകരണങ്ങളാണ്, സമ്മേളനങ്ങളാണ്. എന്തിന്?
നബിയുടെ ശരിയായ മഹത്വം പഠിപ്പിക്കാൻ. അപ്പൊ അവിടെ അബദ്ധമില്ല. അതേസമയം ഈ പറഞ്ഞ പോയിന്റ് അത് അൽ മുർഷിദും സമ്മതിക്കുന്നു. എന്താ? താരീഖു മൗലിദിൻ നബി വഹുക്മുഹു എന്ന ലേഖനത്തിൽ അതേ EK മൗലവി അതേ അൽ മുർഷിദ് പറയുന്നു, ഇത് മുദഫർ രാജാവ് തുടങ്ങി വെച്ചതാണ്. മുദഫർ രാജാവ് തുടങ്ങി വെച്ചതാണ്. നബിക്കോ സഹാബത്തോ താബികൾക്കോ തബഉ താബികൾക്കോ മദ്ഹബിലെ ഇമാമുമാർക്ക് പോലുമോ പരിചയമില്ലെന്നർത്ഥം. അവിടെയാണ് ഞങ്ങൾ പറഞ്ഞത്. അവിടെ പറഞ്ഞത് എന്താണ്? നബിക്കോ സഹാബത്തോ താബികൾക്കോ പരിചയമില്ലാത്തൊരു കാര്യം എങ്ങനെ ദീനാവാം? അല്ല, അവർക്ക് പരിചയമുണ്ടോ? ഇതിൻ്റെയൊക്കെ ചെറിയ അധ്വാനം പോലെ. അതാണ് വായിച്ചോളി. ഇതാ റബീഉൽ അവ്വൽ മാസത്തിന്റെ അള്ളാഹുവിന്റെ റസൂല് നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്നതൊക്കെ ചെയ്തു, ചെയ്യാൻ പഠിപ്പിച്ചു, സഹാബികൾ ചെയ്തു. അത് വായിച്ചാൽ എത്ര എളുപ്പമുണ്ട്, എത്ര എളുപ്പമുണ്ട്. അതെന്താ വായിക്കാൻ പറ്റാത്തത്? ബാക്കി കണ്ടല്ലോ 3 ആഘോഷം, 2 ആഘോഷത്തിന് മര്യാദ കിട്ടുമല്ലോ. ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, അതിൻ്റെ എല്ലാ സുന്നത്തും ഹദീസിലുണ്ട്, എല്ലാ മര്യാദയും ഹദീസിലുണ്ട്. നബി തങ്ങൾ ചെയ്തിട്ടുണ്ട്, സ്വഹാബിമാർ ചെയ്തിട്ടുണ്ട്, കൃത്യമായി ലഭ്യമാണ്. 3ാമത്തെ ആഘോഷം എന്നാ ബലി പെരുന്നാളേക്കാളും വലിയ ആഘോഷം, അതിൻ്റെ മഹത്വം എന്തേ ഹദീസിൽ കാണാതെ പോയി? എന്തേ നബി ചെയ്യാതെ പോയി? എന്തേ സ്വഹാബികൾ ചെയ്യാതെ പോയി? എന്തേ താബികൾ ചെയ്യാതെ പോയി? എന്തേ ഷാഫിമാർ പറയാതെ പോയി? അതാണ് ഞങ്ങൾ പറഞ്ഞത്. നബിയുടെ കാലം മുതൽ 300 കൊല്ലം, ഇനി വേണി 10 വേണ്ട, 300 കൊല്ലം, ഇനി വേണി 400 കൂട്ടിക്കോളി. നബിയുടെ കാലശേഷം ഉള്ള 400 കൊല്ലം, 4 നൂറ്റാണ്ട്. ആ 400 കൊല്ലങ്ങൾക്കിടയിൽ രചിക്കപ്പെട്ട ആയിരക്കണക്കായ കിതാബുകളിൽ ഒരൊറ്റ കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ പരാമർശം കാണുക സാധ്യമല്ല. അവിടെ ഞങ്ങൾ നിൽക്കുന്നത് 4 നൂറ്റാണ്ട്, 400 കൊല്ലത്തെ ഗ്രന്ഥങ്ങളിൽ ഒരു കിതാബിൽ പോലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു അരവരി പോലും കാണിക്കാൻ ആർക്കും സാധ്യമല്ല എന്നതുകൊണ്ട് അത് ദീനല്ല, മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോഴും മൗലവി ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി തൊട്ടിട്ടില്ലെന്ന് മാത്രമല്ല, ജനങ്ങളെ ബുദ്ധിയെ തിരിച്ചു കളയാനാണ്. ഇപ്പോഴും വ്യക്തമാണ്. എൻ്റെ പ്രിയമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, നിങ്ങളൊന്ന് ചിന്തിക്കണം. ഞാൻ വ്യക്തമായ അൽ മുർഷിദ് മാസികയുടെ ആ ലേഖനത്തിൻ്റെ ഇബാറത്ത് വായിച്ചു. അതിനെതിരായി മൗലവി പറഞ്ഞത് മൗലു ആയ ഹദീസുകൾ ഉള്ള കാരണത്താൽ, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് പറ്റില്ല എങ്കിൽ, അങ്ങനെയൊന്നും അല്ലെങ്കിൽ മൗലിദ് തന്നെ തെറ്റാണെങ്കിൽ ഒരു ബുദ്ധിയുള്ള ആൾ പറയോ മൗലു ആയ ഹദീസ് ഉള്ളത് കൊണ്ടാണ്, വഈഫായ ഹദീസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇനി ഞാൻ ഇത് പറഞ്ഞുകൊണ്ടൊരു ഉപകാരമില്ല. മൗലവി ഇനിയും പ്രസംഗിക്കാൻ പോവാ. അതുകൊണ്ട് ഞാനിപ്പോ വേറെ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാ. ഇത് പറയും, ഇത് തീരുമാനമാണല്ലോ നമുക്ക്. ഓ അൽഹംദുലില്ലാ. ഒരു മണിക്കൂർ മേലെ ഈ ചോദ്യം കൊണ്ടിരിക്കണം. ഇതിനോട് ഇത്രയും ചോദിച്ചൊന്നും കേട്ടില്ല. അപ്പോട്ടെ, ഒന്നുകൂടി ചോദ്യം വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മൗലവി ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ആ മൗദുആയ ഹദീസ് ഉള്ളത് കൊണ്ടാണ്, അങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടായില്ല. മൗലി തന്നെ തെറ്റാണെങ്കിൽ. അതുപോലെ ഞാൻ വേറെ വാർത്ത വായിച്ചില്ല, 1937 മൗലി സഹസ്രിക്കൽ പുണ്യമാണ്. ഞാൻ വായിച്ചില്ല, വ്യക്തമായിട്ട് വായിച്ചില്ല. ഇപ്പൊ ശരി, അതെ. അപ്പൊ പുണ്യാണ്. അതെ, അൽ മുർഷിദ് മാസിക തെറ്റാണോ? അല്ല, ശരിയാണ്. അപ്പൊ എന്താ ശരിയാകുന്നത്? അല്ല, അങ്ങോട്ടും കൊണ്ട് നോക്കി സുഹൃത്തെ വിശദമായി പറഞ്ഞു. ഇവിടെ മൗലവിമാരിലുണ്ട് കുറച്ച് ബുദ്ധിയുള്ളൂ. ആയിക്കോട്ടെ, ശരി, എല്ലാവർക്കും മനസ്സിലായി. നിങ്ങൾക്ക് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാവർക്കും മനസ്സിലായി. കുടുങ്ങി. ആയിക്കോട്ടെ, കുടുങ്ങി. സമാധാനായില്ലേ? അൽഹംദുലില്ലാ, മതി. അതാണ് ആദ്യം പറഞ്ഞാൽ പോരെ. എന്നെ കൊടുക്കലാ ഉദ്ദേശമെങ്കിൽ ഫസ്റ്റ് പറഞ്ഞാൽ പോരെ. ഈ അതന്നെ ഇരിക്കി. നീ ഏതായാലും കുടുങ്ങിയല്ലോ, ഞാൻ ബാക്കി വായിച്ചാൽ മുർഷിദിന് ഏതായാലും കുടുങ്ങിയില്ലേ? ഞാൻ കുടുങ്ങിയല്ലോ, നീ ഇത് കേക്ക്. മൗലവി പറഞ്ഞു പിന്നെ നമുക്കൊന്നും അറിയില്ല, നമ്മള് പിന്നെ അറിയാത്ത ആൾക്കാരെ സ്റ്റേജിൽ കയറിയിരിക്കണേ. അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. ശരി, ഇരിക്കേ സുഹൃത്തെ, ആ ശൈലി നിർത്തി കളി, ആ ശൈലി നിർത്തി. നിങ്ങളിത് തെളിവില്ല, ഒന്നുമില്ല, എല്ലാവർക്കും മനസ്സിലായി. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത്രയും സമയം ഇത് കണ്ടങ്ങള് 8 മണിക്ക് തുടങ്ങിയ ചോദ്യത്തിന് സെഷന് ഇപ്പൊ ഏകദേശം ഒരു 9:15 ഇത്രയും സമയം ആവർത്തിച്ച് ഞാൻ പറഞ്ഞു നബിക്കോ സഹാബത്തിനോ താബികൾക്കോ മദ്ഹബിനെമാർക്കോ പരിചയമില്ലാന്ന്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? എന്തെങ്കിലും പറഞ്ഞു? ഇനി ഞാൻ അൽ മുർഷിദ് ബാക്കിയോട് വായിച്ചതാ. ഞാൻ നേരത്തെ ഫുള്ള് വായിക്കാതെ വിട്ടതാ. ബാക്കിയോട് വായിച്ചത് കേട്ടോളി, വീണ്ടും എഴുതാം. അതേ EK മൗലവി. എന്നാൽ കേട്ടോ, നിങ്ങളിപ്പോ പറഞ്ഞെന്താണ്? ഇനി ശ്രദ്ധിക്കാം കേട്ടോ, ശ്രദ്ധിക്കാക്കരുത്. ഇപ്പൊ പറഞ്ഞെന്താണ്? മൗലു ആയ ഹദീസിലുള്ളത് കൊണ്ടാണ് തെറ്റ്. അപ്പൊ മൗലു ആയ ഹദീസിലേക്ക് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കാമല്ലോ എന്നാ. അല്ലെങ്കിൽ അത് പറയേണ്ട ആവശ്യമുണ്ടോന്ന്. ഇതാ അദ്ദേഹം തന്നെ എഴുതുക. എന്നാൽ റബീഉൽ അവ്വലിൽ മൗലിദ് കഴിക്കുന്നത് മുസ്ലിമീങ്ങളുടെ സർവ്വസാധാരണമായ ഒരു ആദത്തായി തീരുകയാൽ, ആദത്താണ് സമ്പ്രദായം, തീരുകയാൽ
അത് കഴിവുള്ളവരുടെ മേൽ വാജിബോ സുന്നത്തോ ആയിട്ടുള്ള ഒരു ദീനിയായ അമലാണെന്നും അതിനെ ഉപേക്ഷിക്കുന്നവർ തീർച്ചയായും ആക്ഷേപാർഹരാണെന്നും ജനങ്ങൾ പൊതുവെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് വാജിബോ സുന്നത്തോ ആണ് എന്നും ഒഴിവാക്കുന്നവൻ ആക്ഷേപാർഹനാണെന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ അമലിന്റെ താരീഖും ബ്രാക്കറ്റിൽ ഇത് എന്ന് മുതൽ ഉണ്ടായതാണെന്നും ഇതിനെക്കുറിച്ച് ശറഇന്റെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ള ഹുക്മും പൊതുജനങ്ങളെ അറിയിക്കുന്നത് ആവശ്യമാകയാൽ അവയെക്കുറിച്ച് അല്പം വിവരിക്കാം. ഇനി കേട്ടോളി, ഇനി കേൾക്കി മോമാലിക്ക അതേ കേൾക്കട്ടെ. അതായത് ഇത് എന്നുണ്ടായി എന്നും ശറഇയായ ഹുക്മ് മതപരമായ വിധി എന്താണ് എന്നും പറയാം. എന്നിട്ട് പറയാം, അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഹക്കിനെ വെളിപ്പെടുത്തി തരികയും അതനുസരിച്ച് നടക്കുവാൻ തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷം വിശദീകരിക്കാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും കാലത്താകട്ടെ, സുഹൃത്തെ ഇത് ശ്രദ്ധിക്കുന്നത് അതൊരു മര്യാദ അല്ല, ഇത് മര്യാദ അല്ല. ഈ സദസ്സോട് കാണിക്കുന്ന അപമര്യാദയാണ്. അങ്ങനെ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേൾക്കണത്, ഈ അൽമുർഷിദ് വായിക്കണത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും കാലത്താകട്ടെ ഏറ്റവും ഖൈറായ കാലമാണെന്ന് നബി തങ്ങൾ വെളിപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന ആ 3 നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ആകട്ടെ ഇസ്ലാം ലോകം മുഴുവൻ ഐക്യകണ്ഠേന മുത്തലക്കായ മുജ്തഹിദുകളാണെന്ന് സംബന്ധിച്ചിട്ടുള്ളവരും അഹ്ലുസുന്നത്തിന്റെ ഇമാമിയങ്ങളുമായ ആ മഹാത്മാക്കളുടെ കാലത്താകട്ടെ റബീഉൽ അവ്വലിൽ പ്രത്യേകമായി മൗലിദ് കൊണ്ടാടുക എന്ന ഈ ആചാരം ഉണ്ടായിരുന്നതേ ഇല്ല എന്ന് മനസ്സിലായല്ലോ. എന്താ പറഞ്ഞത്? അൽ മുർഷിദാണ്. നബിയുടെ കാലത്താകട്ടെ സ്വഹാബത്തിന്റെ കാലത്താകട്ടെ മുത്തലക്ക മുജ്തഹിദീങ്ങളായ 4 മദ്ഹബിന്റെ ഇമാമുമാർ അവരെ കാലത്താവട്ടെ ഈ ഒരു ആചാരം ഉണ്ടായിരുന്നതേ ഇല്ല എന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ മശ്രിഖിലും മഗ്രിബിലുമുള്ള അഥവാ കിഴക്കും പടിഞ്ഞാറുമുള്ള മുസ്ലിങ്ങൾ ഭൂരിപക്ഷവും ഈ മൗലിദ് കഴിക്കുക എന്നത് നല്ലതാണ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. പള്ളികളിൽ വെച്ച് മൗലിദ് ഓതുവാനായി അവർ യോഗം കൂടുന്നു. ചിലർ അതിനായി അവിടെ വീടുകളിൽ സൽക്കാരമുണ്ടാക്കി അവിടേക്ക് സാധിക്കുന്നവരെല്ലാം ക്ഷണിച്ച് അവിടെ വെച്ച് മൗലിദ് കഴിക്കുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജനന ദിവസത്തിൽ തന്നെ ആയിരിക്കുമെന്നുമില്ല എന്ന് അദ്ദേഹം പറയാം. അപ്പൊ അന്നില്ല, എന്നാൽ ഇന്ന് ഇതിങ്ങനെ ആയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു. ഇനി ഇപ്രകാരമുള്ള മൗലീദിന്റെ കാര്യത്തിൽ ഉലമാ ഉശ്ശറഇ അഥവാ മതത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഹുക്മ എന്താണെന്ന് ചിന്തിക്കാം. ഇതിന്റെ വിധി എന്താണ് കേട്ടോ? വിധി എന്താ അൽ മുർഷിദ് പറഞ്ഞത്? ഉലമാക്കളിൽ ചിലർ ഇത് മദ്മൂമത്തായ ബ്രാക്കറ്റിൽ ആക്ഷേപാർഹമായ ബിദ്അത്താണെന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ഇത് ദീനിൽ മശ്റൂഅ് നിയമമാക്കപ്പെട്ടത് അല്ലാതിരിക്കവേ ഒരു മതാചാരമായി എന്ന് മാത്രമല്ല ഒരു ദീനിയായ ഇബാദത്തായി എണ്ണപ്പെടുന്നു. പൊതുജനങ്ങൾ ഇത് മശ്റൂ ആണെന്ന് വിചാരിച്ചു വരുന്നു. വേറെ ചില ഉലമാക്കൾ പറയുന്നത് ഇത് ഹസനത്തായ ബിദ്അത്താണെന്നാണ്. അപ്പൊ ആളുകൾ ഇത് ഒരു മശ്റൂ ആയി കണക്കാക്കുന്നു, മതത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നു. എന്നിട്ട് ശേഷം അദ്ദേഹം പറയുന്നു, ഹറാമോ മക്രൂഹോ ഖിലാഫുൽ ഔലയോ ആയ യാതൊരു സംഗീതവും വിനോദവും മറ്റും ഒന്നും കൂടാതെ തന്നെ മൗലിദ് കഴിക്കുന്നതായാലും മൗലിദ് എന്ന നിയ്യത്ത് കൊണ്ട് തന്നെ അത് ബിദ്അത്താകുന്നു. മുഴുവൻ കേട്ടെന്ന് പറഞ്ഞോളി, ഫുള്ള് കേട്ട് പറഞ്ഞോളി. നിങ്ങൾ കേൾക്കണം, ഇനി ചാൻസ് കിട്ടിക്കോളുന്നില്ല. കണ്ടോ? ഹറാമോ മക്റൂഹോ ഖിലാഫുൽ ഔലയോ ആയ യാതൊരു സംഗീതവും വിനോദവും മറ്റും ഒന്നും കൂടാതെ തന്നെ മൗലിദ് കഴിക്കുന്നതായാലും മൗലിദ് എന്ന നിയ്യത്ത് കൊണ്ട് തന്നെ അത് ബിദ്അത്താകുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ദീനിൽ ഏറ്റലാണ്. പൂർവികന്മാരായ സലഫീങ്ങളുടെ അമലിൽപ്പെട്ടതല്ല. സലഫീങ്ങളോട് തുടരുന്നതാകുന്നു ഏറ്റവും നല്ലത് എന്ന് മാത്രമല്ല അവരുടെ നടപടിക്ക് വിരോധമായി ഒരു നിയ്യത്ത് കൂടി ഏറ്റാതിരിക്കൽ ഏറ്റവും നിർബന്ധമായിട്ടുള്ളതാണ്. കണ്ടോ? മുൻഗാമികളെ വഴിയാണ് സ്വീകരിക്കേണ്ടത്, അതാണ് പിൻപറ്റേണ്ടത്. അവർ കാലത്തില്ലാത്തൊരു പുതിയ നിയ്യത്ത് പോലും ഏറ്റത് ശരിയല്ല എന്ന് പറയാം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനോട് തുടരുന്നതിലും നബിയെയും നബിയുടെ സുന്നത്തിനെയും തഅ്ലീം ചെയ്യുന്നതിലും ജനങ്ങളിൽ നിന്ന് ഏറ്റവും അധികം ശ്രദ്ധയും ഉത്സാഹവുമുള്ളവർ അവർ അഥവാ സലഫുകൾ മുൻഗാമികൾ തന്നെയായിരുന്നു. അവരിൽ നിന്ന് ഒരാളെങ്കിലും ഇത് കേൾക്കുന്നില്ല കുഞ്ഞോ? അവരിൽ നിന്ന് ഒരാളെങ്കിലും അൽ മുർഷിദായി വായിക്കണത് എന്റെ വകയല്ല, അല്ല ഇത് വായിച്ചേ പറ്റൂ.
നിങ്ങൾ ഇത്രയും സമയം അൽമുർഷിദ് പറഞ്ഞോണ്ടാ വായിക്കണത്. ഫുള്ള് വായിക്കാൻ പോകുകയാണ്. ഇത് ഫുള്ള് വായിക്കണം. കാരണം ഈ നാട്ടിലേക്കാണ് അൽമുർഷിദ് എന്താ ഉള്ളത്. ഇത് കേക്ക് അല്ല, ഇത് ശരിയല്ല, ഇത് ശരിയല്ല, ഇത് നിങ്ങൾ ശരിയേ അല്ല. നിങ്ങൾ ഇത്രയും സമയം അൽമുർഷിദ് ഇവിടെ പറഞ്ഞ് അൽമുർഷിദിന്റെ പേരിൽ ഇവിടെ വികാരം കൊള്ളിച്ചപ്പോൾ അത് ബോധ്യപ്പെടുത്തുന്ന ബാധ്യത ഞങ്ങൾക്കുണ്ട്. EK മൗലവിക്ക് തെറ്റുപറ്റിയിട്ടില്ല, KM മൗലവിക്ക് തെറ്റുപറ്റിയിട്ടില്ല, അൽമുർഷിദ് തെറ്റുപറ്റിയിട്ടില്ല, ഒരു വിഷയത്തിലുമില്ല. അത് ബോധ്യപ്പെടുത്തുന്ന ബാധ്യത ഞങ്ങൾക്കുണ്ട്. അല്ല ഓലെന്തെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഒന്നായാൽ മതി എന്നൊന്നുമല്ല. ഇവിടെ തെറ്റുപറ്റിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. അദ്ദേഹം പറയാം, കണ്ടോ, അവരിൽ നിന്ന് ഒരാളെങ്കിലും, ആര്, മുൻഗാമികളിൽ നിന്ന് ഒരാളെങ്കിലും മൗലിദ് എന്ന നിയ്യത്തോടു കൂടി ഇങ്ങനെ ഒരു അമൽ ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കണ്ടോ, മുൻഗാമികളിൽ നിന്ന് ഒരാളെങ്കിലും ഇങ്ങനൊരു അമൽ ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ ഏതായിരുന്നാലും അൽമുർഷിദ് പറഞ്ഞത് എന്തല്ല, അൽമുർഷിദ് ഇതുകൊണ്ട് കേക്ക് ഒമാലിക്ക അതുകൊണ്ട് പറയട്ടെ, അൽമുർഷിദ് പറഞ്ഞത് എന്തല്ല, ഈ മൗലൂദും ലൈഫ് ഒഴിവാക്കിയാൽ പിന്നെ മൗലിദ് ആഘോഷിക്കാം എന്നല്ല പറഞ്ഞത് എന്നാണ് അവിടെ വിശദീകരിക്കുന്നത്. നീ പറഞ്ഞോളി. അൽമുർഷിദ് അങ്ങനെയൊക്കെ പറഞ്ഞ ആ അൽമുർഷിദി ആൾക്കാർക്ക് തലയിൽ ഒരു അല്പമോളമില്ല ഇങ്ങനെ എഴുതാൻ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചേ എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ മൗലിദ് ഇത്രയേരം വായിച്ചത് ഇതൊക്കെ ബിദ്അത്താണ്, മൗലിദ് എന്ന നിയ്യത്തിൽ തന്നെ ചില നിയ്യത്താണ്, തെറ്റാണ് എന്ന് എഴുതിയ അൽമുർഷിദ് തന്നെ മേൽ പറഞ്ഞ സംഗതികൾ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് മൗലിദിന്റെ മജ്‌ലിസ്. ഈ കാര്യങ്ങൾ സാധിക്കുന്ന ഒരു സദസ്സ് ഒരു പുണ്യ സദസ്സ് തന്നെയാണ്. അതിനെ സംബന്ധിക്കാൻ തൗഫീഖ് ലഭിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് എന്നെഴുതിയ അൽമുർഷിദ് മാസിക. ശരിയാണ്, അത് ശരിയാണ്, അതൊക്കെ തർക്കമുള്ളത്, അതിലൊക്കെ തർക്കമുള്ളത് ശരിയാണ്. ഈ അതും ഇതും പറയാൻ അൽമുർഷിദ് തലയിലോടില്ലെന്ന് വെച്ചാൽ അല്ല, നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. അതാ പ്രശ്നം, നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങളെ മറുപടി ശ്രദ്ധിക്ക്. മുഴുവൻ കേട്ടു. മൗലവി പറഞ്ഞ എന്താ, അൽമുർഷിദ് മാസികയിൽ മറ്റൊരു ഭാഗത്ത് എഴുതി ഒരുപാട് ഇത്, നമ്മ അതല്ല ചോദിച്ചത്, എന്ത് ഈ ഭാഗത്ത് ഇങ്ങനെ അത് ശരിയാണ്, എങ്ങനെ ഈ ഭാഗത്ത് എഴുതി, അത് ശരിയാണ് സുഞ്ഞോ. പറഞ്ഞത് എന്തുകൊണ്ട് കുഞ്ഞാപ്പല്ല കുഞ്ഞു എന്നാണ് ഞങ്ങളുടെ സ്നേഹത്തോട് വിളിക്കാൻ കുഞ്ഞു എന്നുള്ളത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ സദസ്സ് ഇതിൽ പങ്കെടുക്കുക മഹാഭാഗ്യമാണ്. ഇപ്പത്തെ ഈ മുഖാമുഖത, ഈ മുഖാമുഖ സദസ്സിൽ പങ്കെടുത്താൽ ആ സദസ്സ് അൽമുർഷിദ് പറഞ്ഞത് ഏത്, അന്ന് ഐക്യസംഘം സംഘടിപ്പിച്ച സദസ്സ്. നിങ്ങളെ മൗലിദിനെ പറ്റിയല്ല പറഞ്ഞത്, നിങ്ങളെ മൗലിദിനെ പറ്റിയല്ല അൽമുർഷിദ് പറഞ്ഞത്, അന്ന് ഐക്യസംഘം സംഘടിപ്പിച്ച മജ്‌ലിസുൽ മൗലിദ്. അതാ പറഞ്ഞ അതിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയവന് മഹാഭാഗ്യാണ്. ഏതുപോലെ ഈ മുഖാമുഖത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടിയാൽ വലിയ ഭാഗ്യാണ് എന്നതുപോലെ തന്നെ അതാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായി. കണ്ടോ, ശരി, ഒപ്പം ടീമുണ്ടല്ലേ, കുഴപ്പമില്ല. തക്ബീറൊക്കെ നടന്നോട്ടെ, നല്ലതാണ്, തക്ബീറും ഒച്ചപ്പാടൊക്കെ നല്ലതാണ്. പക്ഷെ അതൊക്കെ ദീനിന് വേണ്ടി ആകണം എന്നേ ഉള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇവിടെ ഒരു കാര്യം തെളിഞ്ഞു. അപ്പൊ അവരും പടയാതെ പറഞ്ഞു ഒരു സമ്മതിച്ച ഫലമാണ് എന്ത്, പ്രവാചകർക്കോ സ്വഹാബത്തിനോ താബിഴുകൾക്കോ തബഴ് താബികൾക്കോ മദ്ഹബിന്റെ ഇമാമുമാർക്കോ ഈ ആഘോഷം പരിചയമില്ല. നബിയുടെ കാലം മുതലുള്ള 400 കൊല്ലം, നബിയുടെ കാലം മുതലുള്ള 400 കൊല്ലം, ആ 400 കൊല്ലത്തിനിടയിൽ സുഹൃത്തെ ശ്രദ്ധിക്ക്, സുഹൃത്തെ ഇതും ശ്രദ്ധിക്ക്, നബിയുടെ കാലം മുതലുള്ള 400 കൊല്ലം, ആ 400 കൊല്ലങ്ങൾക്കിടയിൽ എഴുതപ്പെട്ട ആയിരക്കണക്കായ ഗ്രന്ഥങ്ങൾ, അതിൽ ഒരൊറ്റ കിതാബിൽ പോലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വരി പോലുമില്ല. അത് സമ്മതിച്ചല്ലോ, അത് തർക്കമില്ലല്ലോ, അത് തർക്കമില്ലല്ലോ. നബിതങ്ങളുടെ കാലം മുതലുള്ള 400 കൊല്ലം, ആ 400 കൊല്ലം ഏതാ, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന 3 നൂറ്റാണ്ട് ശേഷം 1 നൂറ്റാണ്ട് ഞാൻ കൂട്ടി തന്നു. 400 കൊല്ലം. ഈ 400 കൊല്ലങ്ങളിൽ രചിക്കപ്പെട്ട ആയിരക്കണക്കായ കിതാബുകൾ, ജീവിച്ച ലക്ഷക്കണക്കായ പണ്ഡിതന്മാർ, അവരാരും തങ്ങളുടെ കിതാബുകളിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം പോലും നിർവഹിച്ചിട്ടില്ല എന്ന് ഈ നാട്ടുകാർ ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. ഞങ്ങളെ ബാധ്യത അവസാനിച്ചു. ഈ നാട്ടുകാർക്ക് അത് ബോധ്യപ്പെട്ടു, ഞങ്ങളത് ബോധ്യപ്പെടുത്തി. അതല്ലെങ്കിൽ ഇത്രയും സമയത്തിനിടയ്ക്ക് ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റില്ല, നബി ഞങ്ങൾക്ക് പരിചയമുണ്ട്, സ്വഹാബികൾക്ക് പരിചയമുണ്ട്, താബികൾക്ക് പരിചയമുണ്ട്, ഷാഫിമാവിന് പരിചയമുണ്ട് എന്ന് പറയേണ്ടിയിരുന്നു. അത് ഒരാളും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഞങ്ങൾക്ക് വിശ്വാസമുള്ള ഏത് ഉസ്താദാണ് പോയി അന്വേഷിക്കാം, അങ്ങനെ ഉണ്ടോ എന്നുള്ളത് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ തീർത്തു പറയുന്നു. ശരി, ഇവരെന്നോട് അഭ്യർത്ഥിക്കാനാണ് ചോദ്യം ഒന്ന് മാറ്റിത്തരോ.
നിങ്ങൾ അപ്പൊ കുടുങ്ങിയെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ എന്റെ ചോദ്യം മാറ്റിയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ചെല്ലിക്കും, തക്ബീർ ചെല്ലിക്കും. അല്ലാഹു അക്ബർ. ആയിക്കോട്ടെ, ശരി. അപ്പൊ ഈ ചോദ്യത്തിന് മറുപടി ഇല്ലെന്ന് മൗലവി സമ്മതിക്കണം. ഈ പറഞ്ഞത് 100% മറുപടിയാണ്. നിങ്ങൾക്ക് മറുപടി അല്ല, നിങ്ങൾക്ക് മാത്രം. എന്റെ കാരണം ഉറങ്ങുന്നവരൊക്കെ ഉണർന്നു, ഉറങ്ങുന്നവരെല്ലാം ഉണർന്നു. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല. അത് പഠിച്ചാൽ തൗഫീഖ് തന്നെ വേണം. വേണം, നിവൃത്തില്ല. ഏറ്റവും ചുരുങ്ങിയ ജഹിലെങ്കിലും നിൽക്കുന്നത്. ജഹില് മുറക്കബ, പിന്നെ നിവൃത്തില്ലല്ലോ. ആയിക്കോട്ടെ, അപ്പൊ ശരി. അപ്പൊ നിങ്ങൾക്ക് ഇനി നിവൃത്തില്ല. നിങ്ങൾ അപ്പോൾ ദുആ ചെയ്യാം, പഠിച്ചോനെ എങ്ങനെയൊക്കെ ആയിട്ടും റസൂൽ സാഹിബത്തും ചെയ്തൊന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് നീ പ്രാർത്ഥിക്കാം. നബിയോ സഹാബിയോ താബികളോ ചെയ്ത ഒരു സംഭവം പറയാൻ കഴിഞ്ഞില്ല റബ്ബേ, അത് തൗഫീഖ് തരണേ എന്ന് പ്രാർത്ഥിക്കണ്ടോന്ന് അന്വേഷിക്കുക. അപ്പൊ ബോധ്യപ്പെടും അങ്ങനൊന്നും ഇല്ലാന്ന്. ശരി, ഞാൻ അടുത്ത് ചോദിച്ചു. മൗലവി കുടുങ്ങി. അപ്പൊ എന്റെ ചോദ്യം മാറ്റാണ്. മൗലയ്ക്ക് മറുപടി ഇല്ല. മൗലവി കിടന്ന് വട്ടം കറങ്ങനെയാണ്. അപ്പൊ എന്റെ ചോദ്യം മാറ്റാണ്. ഇനി ചോദിക്കട്ടെ മൗലവി? ചോദിക്കേ, മൈക്ക് മാറ്റല്ലോ കേട്ടോ. മൈക്കൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ചോദിക്കാത്ത പ്രശ്നമേ ഉള്ളൂ. അപ്പൊ ഇനി ചോദിക്കുന്നത്, പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു നബിദിനം ബിദ്അത്താണ്, എന്തടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് അറിയില്ല. ആണെങ്കിൽ പുതിയതായി കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും ബിദ്അത്താണെങ്കിൽ നിങ്ങൾ കെട്ടി ബാനർ കെട്ടി മുഖാമുഖം വെച്ച് നടത്തുന്ന നിങ്ങൾ ഇനി ബിദ്അത്തിന്റെ താരീഫ് ഒന്ന് വായിക്കണക്കണം. എനിക്കറിയാം ശർഈയായ നന്മക്ക് വേണ്ടി ഈ പരിപാടി നടത്തൽ കൊണ്ട് നിങ്ങൾ കൂലി ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇത് ബിദ്അത്തല്ലേ? കാര്യം ഇത് ശർഈയായ നേട്ടത്തിന് വേണ്ടിയാണ്. ഈ ശർഈയായ നേട്ടത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ല, സഹാബത്തിന്റെ കാലത്തില്ല, താബിഇന്റെയോ തബഅത്താബിയുടെ കാലത്തില്ല, 4 അയിമത്തോളം ചെയ്തിട്ടില്ല. നിങ്ങൾ അങ്ങനെയല്ലേ ഫ്ലക്സ് ഒട്ടിച്ച്? അവരൊന്നും ചെയ്യാത്ത ഈ ഫ്ലക്സ് ഒട്ടിച്ച് മുഖാമുഖം നടത്തുന്ന പരിപാടി ബിദ്അത്താണോ അല്ലേ? എങ്കിൽ നബിദിനത്തിന്റെയും ഇതിന്റെ ഇടയിൽ ഫർഖ് എന്താണ്? നല്ല ചോദ്യം. വല്ലതും എങ്ങനെ ചോദിക്കും? ഇതാണ് കൃത്യം. മറുപടി ഉണ്ട്, വളരെ ഭംഗിയായി പറയാം. നേരത്തെ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളൂ. വളരെ കൃത്യമായി ഞങ്ങൾ ഇവിടെ വിശദീകരിച്ചു. ഉത്തരം ശ്രദ്ധിക്കണം. മതത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ ഇതും ബിദ്അത്താകും. മതത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നുവെങ്കിൽ ഇതും ബിദ്അത്താകും. അവിടെയാണ് നബിദിനാഘോഷം ബിദ്അത്താകുന്നത്. എന്തുകൊണ്ട് നബിദിനാഘോഷം എന്തുകൊണ്ട് മതത്തിലേക്ക് കൂട്ടിച്ചേർത്തു? നിങ്ങൾ മറുപടി ശ്രദ്ധിക്കണില്ല കുഞ്ഞോ? ഇത് ശ്രദ്ധിക്കേ. എന്തുകൊണ്ട് ഇത് ബിദ്അത്തല്ല, മറ്റത് ബിദ്അത്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇശാ നിസ്കാരം കഴിഞ്ഞ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, അത് ജമാഅത്തായി നിസ്കരിച്ച വിധി എന്താ? ബിദ്അത്താണ്. ഇശാക്ക് ശേഷം 2 റക്അത്ത് ജമാഅത്തായി നിസ്കരിച്ചു, വിധി എന്ത്? ബിദ്അത്ത്. ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു, വിധി എന്ത്? സുന്നത്ത് അല്ലെങ്കിൽ വാജിബ്. എന്താ വ്യത്യാസം? അതേ വ്യത്യാസമാണ് ഇതിലും. ഒരു കാര്യം മതത്തിന്റെ ഭാഗമായി കൂട്ടിച്ചേർക്കുമ്പോൾ അത് മതത്തിൽ പ്രമാണം വേണം. പുതിയ നിസ്കാരങ്ങൾ, പുതിയ നോമ്പുകൾ, പുതിയ ദിക്റുകൾ, പുതിയ ദുആകൾ എന്താവട്ടെ, ഇനി ഉള്ളത് തന്നെ പുതിയ മാനം കൽപ്പിച്ചാലും ശരി, അല്ലാഹും റസൂലും പഠിപ്പിച്ചതേ മതമാവൂ, അല്ലാത്തത് മതമാവുക ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ നബിതങ്ങൾ പഠിപ്പിച്ച വിഷയത്തിന് ഭൗതികമായ സൗകര്യം ഉപയോഗപ്പെടുത്താം. അതാണിത്. അതുകൊണ്ടാണ് മർക്കസ് സമ്മേളനം ബിദ്അത്ത് ഞങ്ങൾ വാദിക്കലുണ്ടോ? ക്യാമ്പയിനുകൾ, സെമിനാറുകൾ ബിദ്അത്ത് ഞങ്ങൾ വാദിക്കലുണ്ടോ? എന്തുകൊണ്ട്? അത് ദീൻ പഠിച്ച, ബാലപാഠം പഠിച്ച എല്ലാവർക്കും അറിയാം. നേരത്തെ ഞാൻ പറഞ്ഞ സിഫത്തുള്ളവന് മാത്രം മനസ്സിലാവില്ല എന്ന് മാത്രം, അല്ലാത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അള്ളാന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കൽ ബലി പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണ് എന്ന് പറഞ്ഞതും ഈ മുഖാമുഖവും ഒരേ രൂപത്തിലാണോ? 3 ആഘോഷമുണ്ട് എന്ന് പറഞ്ഞതിൽപ്പെട്ട ഒന്നും ഇതും ഒരുപോലെയാണോ? അതുപോലെ സുന്നത്താണ്, നബിതങ്ങളുടെ കാലം മുതൽ തുടർന്നു പോകുന്ന കണ്ണുമുറിയാത്ത സുന്നത്താണ് എന്ന് പറഞ്ഞതും ഇതും ഒരുപോലെയാണോ? അതാണോ സമ്മേളനങ്ങൾ? അതാണോ സെമിനാറുകൾ? അതാണോ പിന്നെ ആദർശ വിശദീകരണ യോഗങ്ങൾ? എന്നാൽ മതത്തിൽ ഒരു പുതിയ ആചാരം കൊണ്ടുവരുന്നു. അത് ചിലപ്പോൾ നിസ്കാരമായിരിക്കും, നോമ്പായിരിക്കും, ഖുർആനോത്തായിരിക്കും, ദിക്റായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. റുക്കൂഇൽ ഒരാൾ യാസീൻ ഓതി, എന്താ വിധി? റുക്കൂഇൽ യാസീൻ ഓതി വിധി എന്താ? പാടുണ്ടോ? ഒരാൾ ചോദിക്കുക, എന്താ യാസീന് കുഴപ്പം? നിങ്ങൾ നേരത്തെ വീട്ടിൽ യാസീൻ ഓതിയിട്ടില്ലേ എന്ന് ചോദിച്ചാലോ? വീട്ടിൽ യാസീൻ ഓതിയ പോലെയാണോ? ഫാത്തിഹയ്ക്ക് ശേഷം ഒരാൾ യാസീൻ ഓതി കുഴപ്പമുണ്ടോ? ഇല്ല. റുക്കൂഇൽ യാസീൻ ഓതിയാലോ? അത് കുഴപ്പമാണ്. എന്താ ഒരേ യാസീനല്ലേ, ഒരേ നിസ്കാരത്തിലല്ലേ, നൃത്തത്തിലായ കുഴപ്പമില്ല, കുമ്പിട്ടാ കുഴപ്പമായി എന്ന് ചോദിച്ചാൽ, അപ്പൊ ദീനിൽ ഉള്ളതെല്ലാം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരണം. ഇനി ഒരാൾ വിശ്വസിക്കുക ഈ മുഖാമുഖം, ഇനി ഈ ദിവസം വെക്കലും ഈ സമയം വെക്കലും ഈ രൂപത്തിലാവലും അതൊക്കെ പ്രത്യേകമായ സുന്നത്താണ് വിശ്വസിച്ചാലോ? അതും ബിദ്അത്താവും സംശയമൊന്നുമില്ല.
ഒരു കുഴപ്പമില്ല. അങ്ങനെ തന്നെ അസ്ലി ദീനിന്റെ അസ്ല തന്നെയാണ്. അപ്പം മതത്തിൽ ഇല്ലാത്ത ഒന്ന് പുതിയതായി ആര് കൊണ്ടുവന്നാലും നബി തങ്ങൾ പറഞ്ഞു, മൻ അമില അമലൻ, മൻ അമില ആരെങ്കിലും പ്രവർത്തിച്ചാൽ, അമലൻ ഒരു അമൽ പ്രവർത്തിച്ചു, ലൈസ അലൈഹി അംറുന ആ അമലിന് നമ്മുടെ കൽപ്പന ഇല്ല, അത്തരം ഒരു കർമ്മം ഒരാൾ ചെയ്താൽ ഫഹുവ റദ്ദുൻ ആ അമൽ തള്ളപ്പെടണം. കണ്ടോ, മതത്തിൽ ഇല്ലാത്തൊരു അമല് ആര് കൊണ്ടുവന്നുവോ തള്ളപ്പെടണം. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ നമ്മുടെ ഈ ദീനീ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, നമ്മുടെ ഈ മതകാര്യത്തിൽ ദീനീ കാര്യത്തിൽ ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ, എന്ത് മാ ലൈസ മിൻഹു മതത്തിൽ പെടാത്ത ഒന്ന്, മതത്തിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ അത് തള്ളപ്പെടേണ്ടതാണ്. ആ തത്വപ്രകാരം പുതിയ നമസ്കാരം വന്നാലും പുതിയ നോമ്പ് വന്നാലും പുതിയ ദിക്ർ വന്നാലും ഇനി ഉള്ള നമസ്കാരത്തിന് തന്നെ പുതിയ രൂപവും ഭാവവും കൽപ്പിച്ചാലും അതെല്ലാം ബിദ്അത്തായി മാറും. ഇവിടെ നബിദിനാഘോഷം സുന്നത്താണ് എന്ന് വിശദീകരിക്കപ്പെടുന്നു. ബലിപെരുന്നാളൊക്കെ വലിയ ആഘോഷമാണെന്ന് പറയുന്നു, അതിന് ആയത്തുണ്ടെന്ന് പറയുന്നു, ഹദീസ് ഉണ്ടെന്ന് പറയുന്നു, എന്നാൽ സ്ഥാപിക്കാൻ സാധിക്കുന്നുമില്ല. അങ്ങനെ വരുമ്പോൾ അത് മതത്തിൽ കൂട്ടിച്ചേർക്കലാണ്, അത് ബിദ്അത്താണ് എന്നാണ് മുൻകാല പണ്ഡിതന്മാർ അഖിലവും മിക്കവാറും ആളുകൾ ആ നിലയ്ക്ക് പഠിപ്പിച്ചു. പിന്നെ ബിദ്അത്ത് നല്ലതാണോ ചീത്തയാണോ ഹസനത്താണോ സയ്യത്താണോ എന്നിടത്തെ മുസ്ലിം ഉമ്മത്തിൽ അതിൽ തർക്കമുള്ളൂ. അല്ലാതെ ബിദ്അത്താണോ അല്ലെന്ന കാര്യത്തിൽ അതിൽ അഭിപ്രായ വ്യത്യാസം പോലും കാണുക സാധ്യമല്ല. അതുകൊണ്ട് അതിനെ മറ്റ് വിഷയങ്ങളുമായി കൂട്ടിഘടിപ്പിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ ആ തലത്തിലേക്ക് താങ്കൾ തലം താഴരുത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ നടക്കണ മുഖാമുഖ മജ്ലിസിൽ നിങ്ങൾക്കൊരു കൂലിയില്ല. അപ്പോൾ ഈ നടക്കുന്ന മുഖാമുഖ മജ്ലിസിന് ഒരു കൂലിയും നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ ദീനിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ബിദ്അത്താണ്, അല്ലെങ്കിൽ അതിന് ശറഇൽ തെളിവ് വേണം. എന്ത് ദലീലാണ് ഈ മുഖാമുഖത്തിന് ഉള്ളത്? സുഹൃത്തെ, ഇതുവരെ പറഞ്ഞ മറുപടി ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. മറുപടി ഞാൻ പറയും, നിങ്ങളപ്പോൾ വേറെ ഇതുണ്ടാക്കും. ഞാൻ ഇത്രയും വിശദമായി പറയും, നിങ്ങൾ വേറെ സംസാരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ എടുക്കും, പിന്നെയും ചോദിക്കും. അത് ഞാൻ സംസാരിക്കുമ്പോൾ പിന്നെ ഇപ്പോഴും സംസാരിക്കണം കേട്ടോ, ഇപ്പോഴും നിങ്ങൾ സംസാരിക്കണം. ഇതിനെന്താ അർത്ഥമുണ്ട്? ഞാൻ ആരോട് മറുപടി? നിങ്ങൾക്ക് മറുപടി ആവശ്യം എന്താ? നിങ്ങൾക്ക് മറുപടി ആവശ്യം ആർക്ക് പറയണം? ഞാൻ ഈ പറയുമ്പോൾ പോലും നിങ്ങൾ പരസ്പരം സംസാരിക്കുക. മറുപടി പറഞ്ഞിട്ട് കേൾക്കേണ്ട നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു? വളരെ വിശദമായി കാര്യം പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ. ഞങ്ങൾ തീർത്തു പറയുന്നു, ഈ നാട്ടിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മനുഷ്യന്മാരും സാക്ഷി, ഞങ്ങൾ തീർത്ത് പ്രഖ്യാപിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലിനോ റസൂലിന്റെ സ്വഹാബത്തിനോ താബിഉകൾക്കോ തബഉ താബികൾക്കോ മദ്ഹബിന്റെ 4 ഇമാമുമാർക്കോ ഇങ്ങനെ ആഘോഷം പരിചയമില്ല. ആ പരിചയമില്ലാത്ത ആഘോഷത്തെക്കുറിച്ച് നിങ്ങൾ സുന്നത്താണെന്ന് എഴുതി വെക്കുന്നു. നിങ്ങളത് ബലി പെരുന്നാളിനേക്കാളും വലിയ ആഘോഷമാണെന്ന് പറയുന്നു. ചെറിയ പെരുന്നാളും ബലി പെരുന്നാളും കഴിഞ്ഞാൽ 3ാമത്തെ ആഘോഷമായി ഇതിനെ എണ്ണുന്നു. ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുള്ള രാത്രിയാണ് മീലാദ് രാത്രി എന്ന് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. ഇത് എവിടുന്ന് കിട്ടിയെന്നാ ചോദിക്കണത്. അത് നിങ്ങളെ മുഖാമുഖം എവിടുന്ന് കിട്ടിയെന്നുള്ളതല്ല അതിന് ചോദ്യം. അത് ചോദിക്കാം എപ്പോൾ ചോദിക്കാം? നിങ്ങളെ സന്നദ്ധാന സമ്മേളനം ബിദ്അത്താ ഞങ്ങൾ പറയും, അപ്പം ചോദിക്കാം അതല്ലേ നിങ്ങളും വെക്കണത്. നിങ്ങളെ വാർഷിക യോഗങ്ങൾ ബിദ്അത്താണ് ഞങ്ങൾ വാദിക്കുമ്പോൾ അപ്പം പറയാം അതല്ലേ ഇവിടെയും വെക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു, നബി ഞങ്ങൾ പഠിപ്പിച്ച സംഗതിക്ക് ദുന്യവിയായ ഭൗതികമായ സൗകര്യം ഉപയോഗപ്പെടുത്താം. ഞാൻ നേരത്തെ എൻ്റെ ആമുഖ സംസാരത്തിൽ അടക്കം പറഞ്ഞാണത്. നബി ഞങ്ങളുടെ കാലത്ത് ഈത്തപ്പനയുടെ പള്ളിയാണ്, നമുക്കത് വാർപ്പിന്റെ പള്ളിയാക്കി മാറ്റാൻ വിരോധമില്ല. നബി ഞങ്ങളുടെ കാലത്ത് ദീന് പഠിപ്പിക്കുന്ന ദഅവത്തും ഇൽമും എല്ലാം ഉണ്ട്, അതിന് ഭൗതിക സൗകര്യം ഉപയോഗപ്പെടുത്താൻ വിരോധമില്ല. എന്നതുപോലെ നബിയുടെ കാലത്ത് റബീഉൽ അവ്വൽ മാസം 12-ന് ഒരു കാരക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബിരിയാണി കൊടുക്കാം, കുഴപ്പമില്ല. നബിയുടെ കാലത്ത് ഒരു കാരക്ക മുറിച്ചിട്ട് ഇതാ സ്വഹാബ, ഞാൻ ജനിച്ച ദിവസമാണ്, ഞാൻ ജനിച്ച മാസമാണ്, സന്തോഷിക്കുക അല്ല പറഞ്ഞതാ, പക്ഷെ ഒരു കാരക്ക കൊടുക്കാനേ കഴിയുള്ളൂ, അത്രേ ശേഷിയുള്ളൂ എന്ന് പറഞ്ഞ് നബി തങ്ങൾ ഒരു കാരക്ക അന്ന് വിതരണം ചെയ്തെങ്കിൽ നമുക്കിന്ന് ആ തെളിവ് വെച്ച് ഈ പറയുന്ന എല്ലാം ചെയ്യാം, വിരോധമില്ല. അന്ന് ഇൽമ പഠിപ്പിച്ചു, എല്ലാ വഴികളുമാകാം. അന്ന് പള്ളിയുണ്ടാക്കി, വ്യത്യസ്ത വഴികളാകാം. എന്നതുപോലെ ജന്മദിനം ആഘോഷിക്കാൻ നബിതങ്ങൾ അന്ന് എന്തെങ്കിലും ഒന്ന് ഒരു കാരക്ക മുറിച്ചിട്ടെങ്കിലും, പാട്ടൊന്നും വേണ്ട, മൗലിദൊന്നും വേണ്ട, ഇതാ സ്വഹബ ഞാൻ ജനിച്ച ദിവസമാ, എനിക്ക് ഇത്രേ സാധിക്കൂ എന്ന് പറഞ്ഞ് ഒരു കാരക്ക മുറിച്ചിട്ട് അത് വിതരണം ചെയ്തിരുന്നുവെങ്കിൽ നമുക്കിത് ബിരിയാണി വെക്കാം, എല്ലാ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആഘോഷിക്കാം, വളരെ ഗംഭീരമായി ആഘോഷിക്കാം. പക്ഷെ അതില്ല, അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് ഞങ്ങൾ തീർത്തു പറഞ്ഞത്, നബിയോ സഹാബത്തോ താബികളോ മദ്ഹബിന് 4 ഇമാമുമാരോ എന്ന് മാത്രമല്ല
ഹിജറ 400 വരെ 4 നൂറ്റാണ്ട് 400 കൊല്ലം, പ്രവാചക കാലം മുതൽ ഇങ്ങോട്ടുള്ള 400 കൊല്ലം അദ്ദേഹം എപ്പോഴും ശ്രദ്ധിക്കണില്ല. കണ്ടോ, അദ്ദേഹം ചോദിക്കാൻ വേണ്ടി മാത്രം നിൽക്കുക. നബിയുടെ കാലം മുതലുള്ള 400 കൊല്ലം ജീവിച്ച ലക്ഷക്കണക്കായ പണ്ഡിതന്മാർ, അവർ എഴുതിയ ആയിരക്കണക്കോ 10,000കണക്കോ ആയ കിതാബുകൾ, ആ കിതാബുകളിൽ ഒരൊറ്റ കിതാബിലെങ്കിലും നബിയുടെ കാലം കഴിഞ്ഞ് 400 വരെയുള്ള 4 നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു കിതാബിലെങ്കിലും നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട വല്ല പരാമർശവും സുന്നത്താണെന്നോ ബലിപെരുന്നാൾ പോലെയാണെന്നോ ഈദാണെന്നോ ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണെന്നോ ഒക്കെ പറഞ്ഞ് അതിനെ മഹത്വം പറഞ്ഞ് അത് ആഘോഷിക്കാൻ പഠിപ്പിച്ച ഒരൊറ്റ സംഭവമുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ തർക്കമേയില്ല. അതിവിപുലമായി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചാഘോഷിക്കാം. ഞങ്ങളയക്കാം അങ്ങനെ ആദർശം തെളിയിച്ച് കിട്ടിയാൽ, തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇത്രയും കാലം അങ്ങനെയല്ല ഇങ്ങനെയല്ല നോട്ടമേ ഇല്ല, നമ്മൾ ഇത്രയും കാലം പാടില്ല എന്ന് പറഞ്ഞില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഒരു പ്രശ്നമില്ല. തെളിവ് കിട്ടിയാൽ അവിടെ തിരുത്തും, തെളിവ് കിട്ടിയില്ലെങ്കിലോ ഈ പറയുന്ന പടച്ചിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞങ്ങളിതാ ഈ സമുദായത്തിന് മുമ്പിൽ ഇത്ര പച്ചയായി, ഏതൊരാൾക്കും ബോധ്യപ്പെടാവുന്ന രൂപത്തിൽ ഇത്ര വ്യക്തമായി പച്ചയായി ആവർത്തിച്ച് ഞങ്ങൾ പ്രഖ്യാപിച്ചു. പ്രവാചകരോ സ്വഹാബത്തോ ചെയ്തിട്ടില്ല, താബിഈങ്ങൾ ചെയ്തിട്ടില്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾ ചെയ്തിട്ടില്ല. ഹിജറ 400 വരെയുള്ള കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ എവിടെയുമില്ല. ഞാൻ അവിടെ ഒന്നുമില്ല. എന്നാലും ഞാൻ ആഘോഷിക്കാൻ ഒരുത്തൻ തീരുമാനിച്ചാലോ? ഒരാഘോഷിച്ചോട്ടെ, നമുക്കൊന്നും പറയാനില്ല. ഒരുത്തൻ തീരുമാനിക്കാൻ ശരി, നബി പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബിയാക്കൊന്നും പരിചയമില്ല, ഷാഫി ഇമാമും പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ ചെയ്യും. അവന് സ്വാതന്ത്ര്യമുണ്ട്, അവൻ ചെയ്തോട്ടെ. പക്ഷേ നിഷ്പക്ഷരായ ദീനെ സ്നേഹിക്കുന്ന സ്വർഗം ആഗ്രഹിക്കുന്ന ആളുകൾ ചിന്തിക്കുമെന്ന കാര്യം ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്. അവർ ചിന്തിക്കും, അത് അന്വേഷിക്കും. എന്തേ ആ മൗലവി അത്ര അധികം സമയം അത് പറഞ്ഞിട്ടും ഒരാളെങ്കിലും നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ലട്ടോ, ഇതാ പ്രവാചകൻ ആഘോഷിച്ചിട്ടുണ്ട്, സ്വഹാബികൾ ആഘോഷിച്ചിട്ടുണ്ട് എന്ന് പറയണ്ടേ? നമ്മളൊക്കെ നാട്ടിൽ എത്ര സ്ഥലത്ത് ഈ വ്യത്യസ്തമായ സമസ്ത വിഭാഗങ്ങളുടെ ലേബലിൽ എത്ര നോട്ടീസും എത്ര ഫ്ലക്സും എത്ര ബോർഡും വെക്കുന്നു. സിദ്ദീഖ് മൗലിദ് ആഘോഷിച്ചു, ഉമർ ഖത്താബ് മൗലിദ് ആഘോഷിക്കാൻ പറഞ്ഞു, ഉസ്മാൻ അഫ്ഫാൻ ആഘോഷിക്കാൻ പറഞ്ഞു, ഹസൻ ബസരി പറഞ്ഞു എന്ന് പറഞ്ഞ് എത്ര സ്ഥലത്ത് വ്യത്യസ്ത സുന്നി സംഘടനകളുടെ ലേബലിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നു. ആ ഒരു സംഭവം എടുത്തിട്ട് എന്തേ ഇത് അങ്ങനെയൊക്കെ ഉണ്ട്, ശരിയാണ് അല്ല നിങ്ങളെ പറഞ്ഞത് ശരിയല്ല, അവരൊക്കെ ആഘോഷിച്ചിട്ടുണ്ട് എന്ന് എന്തേ ഇവിടെ പറയാൻ സാധിക്കാതെ പോയി? അത് മാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം ചിന്തിക്കുന്ന നിഷ്പക്ഷരായ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് എന്നാണ് ഞങ്ങൾക്കിതിൽ പറയാനുള്ളത്. ശരി, ഇനി വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. മൗലവി പഠിച്ചു വന്ന മറുപടിക്കുള്ള ചോദ്യം ചോദിക്കാനാണെങ്കിൽ ഞങ്ങൾ ആദ്യം കൂട്ടണ്ട. മൗലവി ആദ്യം പഠിച്ചു വന്ന മറുപടി എന്താ? സിദ്ദീഖ് റളിയല്ലാഹു മൗലിദ് ആഘോഷിച്ചു, അതിനുള്ളൊക്കെ തെളിവ്, അത് ലൊയ്ഫാനൊക്കെ തെളിവ് മൗലവി പഠിച്ചു വന്നു, അത് ചോദിച്ചില്ല സംഘടന മൗലവിക്ക് ആദ്യം. മൗലവി ഞാൻ ചോദിച്ചെങ്കിലും തൊട്ടാ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും. ഈ നടത്തിയ മുഖാമുഖത്തിൽ ഞാൻ സിമ്പിളായിട്ടാണ് ചോദിക്കണം, നിങ്ങൾ സിമ്പിളായിട്ട്, എനിക്ക് വഴതൊന്നും കേൾക്കണ്ട, നിങ്ങളെ പ്രസംഗം കേൾക്കണ്ട, ഈ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ നടത്തിയ മുഖാമുഖത്തിൽ നിങ്ങൾക്കൊരു കൂലി കിട്ടോ ഇല്ലേ? അങ്ങ് കിട്ടുമെങ്കിൽ അതെങ്ങനെ കിട്ടി? ഇതിന് മറുപടി പറഞ്ഞാൽ മതിയേ. ഇതിന് കൂലി കിട്ടും. നേരത്തെ പറഞ്ഞു അപ്പങ്ങൾ വർത്തനം പറയുന്നു. അപ്പങ്ങൾ വർത്തനം പറയുന്നു, വേണ്ട, ബാക്കി എല്ലാവർക്കും സംശയമില്ല. ഇതുവരെ പറഞ്ഞ അതാണ് സുഹൃത്തെ, എന്താ ചെയ്യാ? അപ്പൊ ഏതായിരുന്നാലും ശരി, ഞങ്ങൾക്കത് ബോധ്യമുണ്ട്. ഇപ്പൊ കൂടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടു, എല്ലാവരും തക്ബീറും ചൊല്ലി പാസ്സാക്കി, എല്ലാവരും പാസ്സാക്കി. അപ്പൊ നബിക്കോ സഹാബിയാക്കോ പരിചയമില്ല, താബിയക്കും പരിചയമില്ല, 4 മദ്ഹബിലെ ഇമാമുമാക്കും പരിചയമില്ല, 400 കൊല്ലത്തെ മുസ്ലിമീങ്ങൾക്കും പരിചയമില്ല. ഇനി നമുക്കതിന് ആവശ്യമുണ്ടോ? അവർക്ക് ആർക്കും പരിചയമില്ലെങ്കിൽ നമുക്കതിന് ആവശ്യമുണ്ടോ? നമുക്കത് വേണ്ട ചൂടെ, അല്ലെങ്കിൽ അവർക്കിത് പരിചയം തെളിയിക്കണം, അതല്ലേ ആവശ്യം. അപ്പൊ ഏതായിരുന്നാലും ശരി, അൽഹംദുലില്ലാ ഇത്രയും സമയം നടത്തിയതുകൊണ്ട് അത് ബോധ്യപ്പെടുന്ന സമയം അവസാനിക്കുക 10 മണിയാണ് സമയം. ഏതായിരുന്നാലും ഇവിടെ കൃത്യമായി ബോധ്യപ്പെടേണ്ട ഓലും തക്ബീർ പാസ്സാക്കി അൽഹംദുലില്ലാ. അപ്പൊ ബോധ്യപ്പെട്ട് കഴിഞ്ഞു, നബിക്കോ സഹാബിക്കോ താബിയക്കോ അതിന് പരിചയമില്ല എന്നല്ലേ, അത് തർക്കമില്ലല്ലോ. അത് നിവൃത്തില്ല. ഉറങ്ങുന്നവരൊക്കെ ഉണർന്നോളും, അല്ലാത്തവർ അവിടെ കിടന്നോട്ടെ, കണ്ണൻ ചിപ്പി കിടന്നോട്ടെ, അവർക്ക് മടുക്കുമ്പോൾ അവർ എണീറ്റോളും. ഏതായിരുന്നാലും ശരി, പ്രവാചകർക്ക് ഇക്കാര്യം പരിചയമില്ല. ഈ പുരുഷാരത്തെ സാക്ഷിയാക്കി ഞങ്ങൾ ഇനിയും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു, ഈ ആഘോഷം ബിദ്അത്താണ്, ഇത് പുത്തനാചാരമാണ്, ഇത് മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്, പ്രവാചകൻ പഠിപ്പിക്കാത്തതാണ്, സ്വഹാബത്തിന് പരിചയമില്ലാത്തതാണ്, അതേപോലെ താബികൾക്ക് പരിചയമില്ലാത്തതാണ്, 4 മദ്ഹബിന്റെ ഇമാമുമാർ പഠിപ്പിക്കാത്തതാണ്, 400 കൊല്ലത്തെ മുസ്ലിമീങ്ങൾക്ക് പരിചയമില്ലാത്തതാണ്. അപ്പം അയാളും അദ്ദേഹത്തിൻ്റെയും സംസാരത്തിൽ വന്നല്ലോ, സുദീഖ് ചെയ്തൊക്കെ പറഞ്ഞു ലഈഫ നിങ്ങൾ പറയും, ഞങ്ങൾ ലഈഫ എന്ന് പറയില്ല. ലഈഫ എന്ന് പറയുന്നത് മൗലു കള്ളക്കഥയാണ്, ലഈഫും അല്ല.
അത് ലഈഫുമല്ല, അത് കള്ളക്കഥയാണ്. അങ്ങനെ സുദീഖ് പറഞ്ഞിട്ടന്നില്ല, എവിടെയും ഇല്ലതാനും. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ്, ഉസ്മാൻ അഫ്ഫാനൊക്കെ മൗലിദിന്റെ മഹത്വം പറഞ്ഞ കഥകൾ അത് കേവലം കെട്ടുകഥകളാണ്, വ്യാജങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ പേര് നിങ്ങൾക്ക് പറയാൻ ധൈര്യമില്ലാത്തത്. ഞങ്ങൾ എത്ര സ്ഥലത്ത് മുഖാമുഖത്തിൽ എത്ര വലിയ വലിയ മുസ്ലിയാക്കന്മാർ ഒരാളിത് പറയില്ല. അതെന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം അത് പറയാൻ പറ്റില്ല എന്നുള്ളത്? നാട്ടിൽ പോസ്റ്റർ എടുക്കാൻ മാത്രം പറ്റും, ഫ്ലക്സ് വെക്കാൻ മാത്രം പറ്റും, അല്ലാതെ എവിടെയും വന്നിട്ട് ഇങ്ങനെ ഉണ്ട് ഞങ്ങൾ തെളിയിക്കാം എന്ന് പറഞ്ഞിട്ട് ലഈഫായിലെങ്കിലും തെളിയിക്കാൻ ആവശ്യത്തിൽ കഴിയില്ല. അത് കള്ളക്കഥ, പിൽക്കാലത്ത് 1900 കൊല്ലം കഴിഞ്ഞിട്ട് ആരോ എഴുതിണ്ടാക്കിയ ചില കെട്ടുകഥയായിട്ട് വന്നു എന്നല്ലാതെ അതിനപ്പുറത്ത് അങ്ങനത്തെ സംഭവമേ ഉദ്ധരിക്കപ്പെടുന്നില്ല. ഏതായിരുന്നാലും ശരി, പ്രവാചകർക്കോ സഹാബത്തിനോ പരിചയമില്ലാത്ത പിൽക്കാലത്ത് ഉണ്ടായി വന്ന ഒരു രീതി അത് ദീനിൽ തെളിവായി സ്വീകരിക്കാവുന്നതല്ല. ശരി, നമ്മൾ അവസാനത്തേക്ക് പോവാണ്. ലാസ്റ്റ് ചോദ്യം ആർക്കാ വേണ്ടി ചോദിക്കാം? അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. എല്ലാവരും മനസ്സിലായി, ചോദ്യം ചോദിക്കും. മൗലവി കുടുങ്ങി. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി ഇല്ല. ഇതെല്ലാവർക്കും മനസ്സിലായി. ഈ ഞാൻ ചോദിക്കുന്ന അവസാനമായിട്ട് മൗലവിക്ക് വ്യക്തമാക്കാൻ പറ്റും ഇല്ലേ എന്നിവിടെ വ്യക്തമാക്കാം. മറുപടി മൗലവിക്ക് മറുപടി ഇല്ല. ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, മുഖാമുഖത്തിന് കൂലി ഉണ്ട്. അതെങ്ങനെ, എന്താ ദലീല്? ഈ മുഖാമുഖത്തിന് കൂലി ഉണ്ടെന്നുള്ള ശറഈൽ ദലീല് വേണം. മുഖാമുഖത്തിന് കൂലി ഉണ്ടെന്ന് ശറഈൽ ദലീല് വേണം. എവിടെ? പറഞ്ഞു, ദഅവത്തെത്താൻ നബി പറഞ്ഞു, ദീൻ പഠിപ്പിക്കാൻ നബി പറഞ്ഞു, എത്തിച്ചു കൊടുക്കാൻ നബി പറഞ്ഞു. അതിന് തെളിവ് അതല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇപ്പോഴും ശ്രദ്ധിക്കണില്ല സുഹൃത്തെ, ഇപ്പോഴും ശ്രദ്ധിക്കണില്ല. അതാ പറഞ്ഞത്, മറുപടി കേൾക്കുന്നേ ഇല്ല, ചോദിക്കാൻ മാത്രം. ഇതിന് അസ്ലു നബി പഠിപ്പിച്ചു, അതാ തെളിവ്. ഞാൻ പറഞ്ഞല്ലോ, ഈത്തപ്പന ഓല കൊണ്ട് അന്ന് പള്ളി ഉണ്ടാക്കി, ഇന്ന് വാർപ്പൂണ്ടുണ്ടാക്കി, കൂലി കിട്ടുമോ? കൂലി കിട്ടും. അന്ന് ദീന് പഠിപ്പിച്ചു, എങ്ങനെ? ആയത്ത് പറഞ്ഞു കൊടുത്തു, ഹദീസ് പറഞ്ഞു കൊടുത്തു, അതേപോലെ ആളുകളെ ബോധവൽക്കരിച്ചു. അന്ന് ചെയ്തു, ഇന്ന് ചെയ്യുന്നു. ഭൗതികമായ സൗകര്യങ്ങൾ അതിന് ഉപയോഗപ്പെടുത്തുന്നു. എന്നതുപോലെ അന്നൊരു കാരക്ക വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ബിരിയാണി വെക്കാം. വ്യക്തമായി പറഞ്ഞില്ലേ? അന്ന് നബിതങ്ങൾ കാരക്ക കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. അന്ന് ഘോഷയാത്ര വേണ്ട, അന്ന് ദഫ് വേണ്ട, അന്ന് മങ്കൂസ് വേണ്ട. അന്നൊരു കാരക്ക എടുത്ത്, ഇതാ സ്വഹാബ, ഞാൻ ജനിച്ച മാസമാണ്, ജനിച്ച ദിവസമാണ്, ആഘോഷിക്കൂ എന്ന് പറഞ്ഞ ഒരു കാരക്ക കൊടുത്താൽ നമുക്കിന്ന് എങ്ങനെയും ആഘോഷിക്കാം. അന്ന് നബിതങ്ങൾ ഈത്തപ്പന ഓല കൊണ്ട് പള്ളി വെച്ചു, നമുക്കിന്ന് ഓട് കൊണ്ടും വാർപ്പ് കൊണ്ടും കമ്പി കൊണ്ടും പള്ളി വെക്കാം. നബിതങ്ങൾ അന്ന് ദീന് പഠിപ്പിച്ചു, ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു, ആയത്തും ഹദീസും പഠിപ്പിച്ചു കൊടുത്തു. അത് നമ്മൾ ചെയ്യുന്നു. ഭൗതികമായ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മാത്രം. അതാണ് വ്യത്യാസം. അത് പല പ്രാവശ്യം പറഞ്ഞു. ഇപ്പൊ പറഞ്ഞപ്പോഴും അദ്ദേഹം കേട്ടിട്ടില്ല, ഇപ്പോഴും കേട്ടിട്ടില്ല അദ്ദേഹം. ഇനിയും അദ്ദേഹം എണീക്കും, ആ ചോദ്യം ഇനിയും ഡയറക്റ്റ്. അപ്പൊ ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്, കാര്യം വ്യക്തമായി ക്ലിയറായി. പഠിക്കേണ്ടവർക്ക് പഠിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാത്തവർക്ക് നിർവാഹമില്ല. അവർ ഇതൊരു ഏർപ്പാടായി പ്രൊഫഷനായി സ്വീകരിച്ച ആളുകൾ അവരങ്ങനെ പോയിക്കോട്ടെ, വിരോധമൊന്നുമില്ല. അവർക്ക് ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്താണോ ഏത് വിഷയത്തിലും ഹക്ക്, ആ ഹക്കിലേക്ക് നമ്മൾ മടങ്ങുക. മില്ലത്തും വാഹിദയാണ് സ്വർഗത്തിലേക്കുള്ളത്. ആ മില്ലത്തിലേക്ക് നമ്മൾ മടങ്ങുക, അത് പഠിക്കുക, അത് അന്വേഷിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കുന്നു. ഒരു 10 മിനിറ്റ് സുറൈസ് സലഫിയുടെ സമാപന സംസാരത്തോടു കൂടി നമ്മൾ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കും. 10 മണിയാണ്. പത്തനങ്ങൾ 3 ആളുണ്ട്. ഒരാൾ ചോദിക്കും. എൻ്റെ പ്രിയപ്പെട്ട മൗലവി, ആന എന്ന് ചോദിക്കുമ്പോൾ തേങ്ങ എന്നല്ല മറുപടി പറയേണ്ടത്, അത് മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ ഇരിക്കുന്നവരെ മണ്ണന്മാരാന്ന് പ്രിയപ്പെട്ട മൗലവി ധരിക്കരുത്. ആ ധാരണ തെറ്റാണ്. ചോദ്യത്തിലേക്ക് തന്നെയാണ് കടന്നു വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മൗലവി, എൻ്റെ പ്രിയ സുഹൃത്ത്, ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ അധികം കിതാബൊന്നും ഓതണ്ട. എൻ്റെ പൊന്നു പ്രിയപ്പെട്ട മൗലവി, ചോദ്യത്തിലേക്ക് തന്നെ വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ആദ്യം ചോദിച്ചത്, ഒരാൾക്ക് സന്തോഷമുണ്ടാകുമ്പോൾ മൗലൂദ് ഓതുന്നതും ദിക്ർ ചെല്ലുന്നതും മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും നല്ലതാണോ ചീത്തതാണോ എന്നുള്ള സിമ്പിളായ ചോദ്യമാണ് എൻ്റെ ആദ്യത്തെ പ്രിയപ്പെട്ട സുഹൃത്ത് ചോദിച്ചത്. അതിന് എൻ്റെ പ്രിയപ്പെട്ട മൗലവി പറഞ്ഞത് തേങ്ങ ഇടുന്നതും തേങ്ങ കയറുന്നതും പരവന്റെ കാര്യമൊക്കെയാണ് പ്രിയപ്പെട്ട മൗലവി പറയുന്നത്. ഇത്ര വിശദീകരണമായ ഒരു മറുപടിയല്ല എൻ്റെ പ്രിയപ്പെട്ട മൗലവി ഞങ്ങൾക്ക് വേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കേൾക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. ഒന്നാമത്തെ ചോദ്യത്തിന് എന്താ എൻ്റെ പ്രിയപ്പെട്ട മൗലവിക്ക് മറുപടി പറയാനുള്ളത്? നല്ലതാണോ ചീത്തതാണോ ഒരാൾക്ക് സന്തോഷം വരുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നതും ദിക്ർ ചെല്ലുന്നതും മൗലൂദ് തോന്നുന്നതും നല്ലതാണോ ചീത്തതാണോ? എന്റെ പ്രിയപ്പെട്ട മൗലവി ഒന്ന് മറുപടി പറയൂ. ശരി, അത് മതത്തിൽ കൂട്ടിച്ചേർക്കലാകുമ്പോൾ ചീത്തയാകും. മതത്തിൽ പ്രത്യേക പുണ്യം കൽപ്പിച്ചുകൊണ്ടാകുമ്പോൾ ചീത്തയാകും. അതെ, അത് മതത്തിലേക്കാണെങ്കിൽ സുഹൃത്തെ അങ്ങനെ അതിനൊന്നും ആവശ്യമില്ല. ഞങ്ങൾ കേൾക്കി, അതിനൊന്നും ആവശ്യമില്ല. മതത്തിലേക്ക് കൂട്ടിച്ചേർക്കലാണെങ്കിൽ എന്ത് മതം എന്നോ? ഇസ്ലാം മതം
ഇസ്ലാമിന്റെ പ്രത്യേകത അല്ലേ? എന്റെ മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പ്രമാണം വേണോ മൗലവി? വേണം, വേണം. എന്ത് പ്രമാണം വേണം. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കണോ? അല്ല. അതോ സിനിമയിൽ എടുത്ത് വെക്കണോ? ക്യാമറയിൽ എടുത്ത് വെക്കണോ? സുഹൃത്തേ, എന്ത് നീതിയാണ് നിങ്ങൾ പറയുന്നത്? എന്താണ് എന്ത് വിട്ടിത്തിലാ പറയുന്നത്? പ്രമാണം വേണോ? എന്റെ മകന്റെ സന്തോഷം എന്താ സുഹൃത്ത്, ഇതിനൊക്കെ ആവശ്യമുണ്ടോ? ഇവിടെ ദീനിലാണെങ്കിൽ തർക്കമുള്ളൂ. അല്ല, നിങ്ങൾ വണ്ടി എടുത്തു, നിങ്ങൾ ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു, വല്ല കുഴപ്പമുണ്ടോ? അതല്ലല്ലോ പ്രശ്നം. ഇത് ദീനാണ് ചർച്ച ചെയ്യുന്നത്. ഇവിടെ മതത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പ്രമാണം വേണം. പ്രമാണമില്ലാത്ത ഒന്നും മതമാവുക ഇല്ല. അത് നിങ്ങളെ മകൻ്റെതാണെങ്കിലും എൻ്റെ മകൻ്റെതാണെങ്കിലും ശരി. ബർത്ത്ഡേ ആഘോഷിക്കൽ പറഞ്ഞുതരാം. ബർത്ത്ഡേ ആഘോഷിക്കൽ മുസ്ലിമീങ്ങളുടെ സംസ്കാരമല്ല. ബർത്ത്ഡേ ആഘോഷിക്കൽ മുസ്ലിങ്ങളുടെ സംസ്കാരമല്ല. അത് ക്രൈസ്തവരുടെയും, സുഹൃത്തെ ശ്രദ്ധിക്കും, ബർത്ത്ഡേ ആഘോഷിക്കൽ അത് മക്കളുടേതാവട്ടെ ആരുടേതാവട്ടെ, ബർത്ത്ഡേ ആഘോഷിക്കൽ മുസ്ലിങ്ങളുടെ സംസ്കാരമല്ല. അത് ക്രിസ്ത്യാനികളുടെയും യഹൂദികളുടെയും സംസ്കാരമാണ്. അതുകൊണ്ട് മതം അടിസ്ഥാനമായി പഠിപ്പിക്കുന്നു അത്തരം കക്ഷികളുമായി എതിരാകണം എന്ന് മതം അടിസ്ഥാനമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് അവരോട് സാദൃശ്യപ്പെടുന്ന തരത്തിൽ വരുന്നതെല്ലാം ഒഴിവാക്കണം. അത് ബർത്ത്ഡേ മാത്രമല്ല, ഏതാണെങ്കിലും ഏത് വിഷയത്തിലും ജൂതന്മാരുടെ രീതികൾ, ക്രിസ്ത്യാനികളുടെ രീതികൾ, ബഹുദൈവ ആരാധകന്മാരുടെ രീതികൾ, ആ നിലക്കുള്ള വിഷയങ്ങൾ അത് മതം പഠിപ്പിക്കുന്ന അടിസ്ഥാന പാഠമാണ്. അത് ആ വക ആളുകളുടെ രീതികളായി വരുന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അപ്പം നമുക്ക് ഏത് വേഷം സ്വീകരിക്കാമോ, ഏത് വസ്ത്രം ഉപയോഗിക്കാം, എന്നാൽ നമുക്ക് കാവ്യ ധരിക്കാമോ, നമുക്ക് അത്തരം ആളുകൾ ഉപയോഗിക്കുന്ന രുദ്രാക്ഷമാല ധരിക്കാമോ? പാടില്ല. എന്തുകൊണ്ട്? അവിടെ സാദൃശ്യപ്പെടലാണ് എന്നതുപോലെ സാദൃശ്യപ്പെടൽ എവിടെ വരുന്നുവോ അവിടെ പാടില്ലാതായി മാറും. എന്നാൽ ഈ വിഷയത്തിൽ അതല്ല. ഇത് മതത്തിൽ സുന്നത്തായിട്ടാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരപ്പെടുന്നത്. അതുകൊണ്ടാണ് ശരിയല്ല എന്ന് പറഞ്ഞത്. ശരി, കഴിഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും. നമ്മൾ അനുവദിക്കപ്പെട്ട സമയം അവസാനിച്ചിട്ടുണ്ട്. 10 മണിയാണ് പോലീസുകാർ തന്ന ലാസ്റ്റ്. ഈ സാധാരണ ആളുകൾക്ക് വേണ്ടി പരസ്യമായിട്ട് ഇവിടെ സ്റ്റേജ് ആയിട്ട് ഇരുഭാഗം മൗലവിമാരും മുസ്താഖന്മാരും തമ്മിൽ വെല്ലുവിളിക്കും. നബിദിനാഘോഷം ഉണ്ട്, തയ്യാറാണ്. നബിദിനാഘോഷം എന്ന വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് പരസ്യമായി നടത്താം, ഒരു വിരോധമില്ല. തയ്യാറാണ്, ഞാൻ തയ്യാറാണ്. നബിദിനാഘോഷം എന്ന വിഷയത്തിൽ ഡേറ്റ് നമുക്ക് തീരുമാനിക്കാം. നിങ്ങൾ പറഞ്ഞോളി, ഞാൻ വരാമെന്ന്. നിങ്ങൾ പറഞ്ഞോളി, നിങ്ങളല്ലേ ചോദിച്ചത്. ഇവിടുത്തെ സംഘടന ഏൽപ്പിച്ചോളി, ഇവിടുത്തെ സംഘടന ബന്ധപ്പെട്ടാൽ മതി. ഇവിടുത്തെ സംഘടന ഇവിടെ മോമാലിക്കുണ്ട്, അത് ധരിപ്പിച്ചു. മോമാലിക്ക അദ്ദേഹം ഏറ്റു. ശരി, നിങ്ങളുടെ പേരെന്താ? ജാബിർ ഏറ്റിട്ടുണ്ട്. നബിദിനാഘോഷം എന്ന വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് പരസ്യമായി ഞങ്ങൾ തയ്യാറ്, ഒരു വിരോധമില്ല. പരസ്യമായിട്ട് നബിദിനാഘോഷം എന്ന വിഷയത്തിൽ ഒരു പരസ്യമായ സംഭവം നടക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഖൈറാണ്. നല്ല നിലക്ക് മതം പഠിക്കാൻ, മറ്റൊന്നുമല്ല, ദീന് പഠിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് വേദി ഒരുക്കാം. ഇൻഷാ അല്ലാഹ് ഈ പ്രദേശത്തുള്ള ആളുകൾ അതിന് മുന്നോട്ട് വന്ന സന്തോഷമുണ്ട്. ഇവിടെ ജാബിറുമായി ബന്ധപ്പെടുക. ഇൻഷാ അല്ലാഹ് രണ്ടു കൂട്ടർക്കും അനുയോജ്യമായ സൗകര്യപ്പെട്ട ദിവസം കണ്ടെത്താം. നമുക്കതുമായി മുന്നോട്ട് പോകാം. അസ്സലാമു അലൈക്കും. ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നവരെ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അവര് ഇൻഷാ അല്ലാഹ് പോലീസിനോട് സമാധാനം പറഞ്ഞുകൊണ്ട് വരും. നമ്മളെ പ്രവർത്തകർ അനങ്ങരുത്, അവർ തല്ലിക്കോട്ടെ, നമ്മൾ പ്രവർത്തകർ അനങ്ങരുത്. അവിടെ പോലീസ് പിടിക്കാണ്ട്, വീഡിയോ പിടിക്കാണ്ട് കേട്ടാ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.